എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു മെയ് 11 ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം തികയുന്നു. കഴിഞ്ഞ 4 വർഷവും ഈ ദിവസം അദ്ദേഹം ജനിച്ചു വളർന്ന് ജീവിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മാടമ്പുമനയുടെ മുറ്റത്ത് നമ്മൾ ഒത്തുകൂടിയിരുന്നു. മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ സർഗാത്മക സംഭാവനകളെ തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ചേർന്ന് രൂപം നൽകിയ മാടമ്പ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ സ്മാരക പ്രഭാഷണവും ചർച്ചകളും സെമിനാറുകളുമായി എല്ലാ വർഷവും മാടമ്പിൻ്റെ ചരമദിനമായ മെയ് 11 ആചരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. പ്രാർത്ഥന ആരുണി. ചന്തമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നന്ദി ആരുണി. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കാൻ ശ്രീ EM ദിവാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഓർമ്മദിനം നമ്മുടെ ഒരു വീണ്ടും ഓർമ്മദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഇത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ എല്ലാവർക്കും ഇവിടെ വന്നവർക്കൊക്കെ ഈ കസേരയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖവും ചിരിയും തമാശകളും ഓർമ്മയുള്ള ആളുകളായിരിക്കും ഇവിടെ വന്ന മിക്കവാറും എല്ലാ ആളുകളും. അദ്ദേഹവുമായിട്ടുള്ള വർത്തമാനം അത് ആസ്വദിക്കാതെ പോയവർ ഇവിടെ വന്നതിൽ വളരെ ചുരുക്കമായിരിക്കാനാണ് സാധ്യത. അപ്പം അത്തരമൊരു ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് ഇന്ന് വീണ്ടും വളരെ വിപുലമായൊരു സമ്മേളനം ആണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ആ സമ്മേളനത്തിൽ വളരെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ തന്നെ പ്രശസ്ത കവി മധുസൂദനൻ നായർ, തീർച്ചയായും കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് നെയ്യാറ്റിൻകര നിന്ന് മധ്യ കേരളത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആത്മാവ് പോലെ തന്നെ ഒരു കേരളത്തിൻ്റെ ഈ മലയാളത്തിൻ്റെയും ഒരു ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് മധുസൂദനൻ നായർ. അപ്പം ഞങ്ങളൊക്കെ കവിത കേൾക്കാൻ തുടങ്ങിയ കാലത്ത് അന്ന് കവിതകൾ ചൊല്ലി വളരെ കവിതകളുടെ ചൊല്ലിൻ്റെ ഒരു സമൃദ്ധമായൊരു കാലമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ മധുസൂദനൻ നായരുടെ പേര് വരുമ്പോൾ ഞങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. കടമ്പനിട്ടയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും DV നരേന്ദ്രൻ്റെയും ഒക്കെ കേരളം മുഴുവൻ നടന്ന് കവിത ചൊല്ലിയിരുന്നതിൻ്റെ അതിന് തുടർച്ചയായി കേരളത്തിൽ പിന്നീട് കവിത ചൊല്ലാൻ ഒരാളുണ്ടായത് മധുസൂദനൻ നായരാണ്. അദ്ദേഹവും ആ വഴികളോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ തീർത്തും വിഭിന്നമായ ഒരു കവിതകളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ ആത്മാവിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കവിതകൾ എഴുതി അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ നാറാണത്ത് ഭ്രാന്തനെ പോലുള്ള കവിതകൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത അത്രയും നല്ല ആസ്വദിച്ച കവിതകളും അതിനുശേഷവും അദ്ദേഹം കവിതകൾ എഴുതി. അദ്ദേഹം പല ലേഖനങ്ങൾ എഴുതി, പല കേരളത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ രീതിയിലൊക്കെ നടത്തിയ
ഒരാളാണ് മധുസൂദനൻ നായർ. അദ്ദേഹം അധ്യാപനത്തോടൊപ്പം ഇത്തരം ജോലികളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന വിഷയം ഈ കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ. കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ ഇന്ന് അങ്ങനൊരു വിഷയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും പ്രഗത്ഭനായ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനി ശ്രീ മധുസൂദനൻ നായരാണ്. നമുക്കിപ്പോൾ ഒരു സംശയവുമില്ല. ഈ ഭാരതീയ വഴികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കുറേ പുറകോട്ട് പോകുമ്പോൾ ഏതായിരുന്നു നമ്മുടെ ഭാരതം? നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികൾ എവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ കഥ പറച്ചിലിൻ്റെ വഴികൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെ തുടങ്ങണമെന്ന് പോലും നമുക്ക് സംശയമാണ്. കാരണം ഭാരതത്തിൻ്റെ അതിർത്തികൾ എവിടെയൊക്കെയായിരുന്നു, അതിർത്തികളിൽ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ കാലത്തും അതിനു മുമ്പൊക്കെ ഒട്ടേറെ കഥകൾ പറഞ്ഞ വഴികളുണ്ടായിരുന്നു. വേണമെങ്കിൽ നമ്മുടെ മെസോപ്പൊട്ടേമിയൻ വഴികളുണ്ടായിരുന്നു, ഏതൻസിൽ വേറെ വഴികളുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വിളിക്കുന്ന ഇന്ത്യ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊക്കെ എവിടെയൊക്കെയോ ആയിരുന്നു ഭാരതം എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ നിന്ന് ഉപനിഷത്തുകളുണ്ടായി, വീണ്ടും മഹാഭാരതം, ഒരു കഥ പറച്ചിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാഭാരതം ഉണ്ടായി. ഏതാണ്ട് 400-800 BC കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മുടെ കഥ പറച്ചിലിൻ്റെ രീതി ഒരു പക്ഷേ മഹാഭാരതത്തിന് പ്രധാനമായും ഒരാളൊരു പ്രത്യേക കാലത്ത് അങ്ങനെ എഴുതി തീർത്തൊരു സാധനമായിരിക്കില്ല. കുറേ കാലം നീണ്ടു നിന്ന വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന അങ്ങനെയാണ് ആയിരിക്കണം മഹാഭാരതം ഉണ്ടായത്. എന്തായാലും സാധാരണ ഇപ്പോൾ ഈ കാലത്തൊക്കെ എല്ലാവരും പറയാറുള്ളതാണ്, ഈ ലോകത്തിലൊരു ഭൂപ്രദേശത്തിൻ്റെ പേര് ഭാരതമെന്നും ആ ഭൂപ്രദേശത്തിനൊരു മഹത്തായ കാവ്യമുണ്ടായത്, അതിനും ഭാരതമെന്നും പേരുമുണ്ടായത് ഒരു പ്രത്യേകമായ ഒരു സവിശേഷമായ ഒരു കാര്യമായി ഇന്നെല്ലാവരും ഓർക്കാറുണ്ട്. അപ്പം ഭാരതത്തിന് ഭാരതം എന്ന് പേരുള്ളൊരു കാവ്യമുണ്ടായി, അത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ കഥയായി അങ്ങനെ മാറി. ഇന്നും ആ ഭാരതത്തിൻ്റെ പേരിലാണ്, ആ മഹാഭാരതത്തിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഒട്ടേറെ വാദപ്രതിവാദങ്ങളും ചർച്ചകളും എല്ലാം നടന്ന് അത് രാഷ്ട്രീയവും ആയ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. തീർച്ചയായും ഇദ്ദേഹത്തിന് അതിൻ്റെ വ്യക്തമായ ഈ കഥ പറച്ചിലിൻ്റെ വഴികളെക്കുറിച്ച് മഹാഭാരതമോ അതിനു മുമ്പുള്ള കാലത്തെക്കുറിച്ചൊക്കെ തീർച്ചയായും മധുസൂദനൻ നായർക്ക് ഒട്ടേറെ പറയാനുണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് അത്രയും അറിയാമെന്ന് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായും നമ്മൾ അരമണിക്കൂർ ലേറ്റാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് നമ്മൾ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കവി, എഴുത്തുകാരൻ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇനിയും പലരും വന്നെത്തിച്ചേരേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റ പലരും വഴിയിലാണ് ഉള്ളത്. അവരൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്നുള്ള സെഷനുകളിൽ പങ്കെടുക്കേണ്ട ആളുകളാണ് അവരൊക്കെ. അതിലേക്ക് ഇവിടെ എത്തുന്നത് സത്യൻ അന്തിക്കാട്. അവരൊന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സത്യൻ അന്തിക്കാട്, ലാൽ ജോസ്, ശ്യാമപ്രസാദ്, മുരളി ഗോപി തുടങ്ങി ഏറ്റവും പുതിയ തലമുറയിലെ കഥ പറച്ചിലുകാരനായ പ്രിയരാജ് ഗോവിന്ദരാജ്, അദ്ദേഹത്തെ ഒരുപക്ഷെ പലരും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. മാതൃഭൂമിയുടെ സോഷ്യൽ മീഡിയയുടെ ഹെഡാണ് അദ്ദേഹം. കഥ പറച്ചിലിൻ്റെ ലോകത്ത് ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഈ പ്രിയരാജ് ഗോവിന്ദരാജ്. അദ്ദേഹവും ഇവിടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതാനും ഉച്ചയ്ക്ക് മുമ്പൂടെ എത്തേണ്ടതാണ്. ഇവിടെ ഈ വേദിയിലും സദസ്സിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ബാലസുബ്രഹ്മണ്യൻ ആശാൻ കേരളത്തിലെ കഥകളി ലോകത്തെ അതുല്യനായ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അതുല്യനായ ബാലസുബ്രഹ്മണ്യൻ ആശാൻ ഇവിടെ വന്നിട്ടുണ്ട്.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവും മുൻ മന്ത്രിയുമായ സഖാവ് KP രാജേന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വളരെ സമ്പന്നമായ ഒരു വേദിയും സദസ്സുമാണ് ഇവിടെയുള്ളത്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും മാടമ്പ് അനുസ്മരണ സമിതിയുടെ പേരിൽ ഈ വർഷത്തെ ഈ ഓർമ്മ ദിനത്തിലേക്ക്, ഇതിൻ്റെ പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. അതിനായി അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട വടക്കുംപാട് ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് ഇതിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി ദിവാകരേട്ട. ഇനി അധ്യക്ഷ ഭാഷണം മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ഡോക്ടർ വടക്കുംപാട് നാരായണൻ. മാടമ്പിനോട് പ്രത്യേക അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന, ഇപ്പോൾ മാടമ്പ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ വടക്കുംപാട് മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു വിശേഷം കൂടിയുണ്ട് പറയാൻ. മാടമ്പിൻ്റെ ജീവചരിത്രത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പോൾ. എല്ലാവർക്കും നമസ്കാരം. മാടമ്പൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മനസ്സാ നമസ്കരിക്കുന്നു. എന്തായാലും മാടമ്പൻ്റെ അനുസ്മരണ ദിവസം മാടമ്പ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ താല്പര്യപൂർവ്വം ഇത്രയും ആൾക്കാർ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ വരാൻ സന്മനസ് കാണിച്ച മുഴുവൻ ആൾക്കാരോടും ഫൗണ്ടേഷൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതേ സമയത്ത് തന്നെ ചെറിയൊരു വിഷമവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാടമ്പിലെ തന്നെ കാരണവരായിരുന്ന കുഞ്ഞിനാൻ മാടമ്പ്, അതേപോലെ തന്നെ മാടമ്പ് ഹരിയേട്ടൻ്റെ വൈഫ് ഭദ്ര, ഈ മാടമ്പ് ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി എല്ലാ കാര്യങ്ങളിലും മാടമ്പിൻ്റെ ഒപ്പം തന്നെ മാടമ്പുള്ള സമയത്ത് ഉണ്ടാകാറുണ്ടായിരുന്ന പ്രൊഫസർ വടക്കേടം മാധവൻ, ഈ 3 പേരും ഈ കുറഞ്ഞ കാലത്തിൽ ഇടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത്. ആ 3 പേരുടെയും ആത്മാവിന് നിത്യശാന്തി നേരാൻ വേണ്ടി ഒരു നിമിഷം നിന്നാൽ തരക്കേടില്ല. ഓക്കെ, എന്തായാലും അതൊക്കെ അനിവാര്യതകളാണല്ലോ. ആ അനിവാര്യതകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. മാടമ്പിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു എന്നുള്ളത്. അകാലത്തിൽ അദ്ദേഹം പോയി എന്നൊക്കെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കാറുള്ളത്. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷമാണ് ഈ മാടമ്പ് ഫൗണ്ടേഷൻ ഇവിടെ രൂപീകരിച്ചത്. മാടമ്പിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് മാടമ്പിൻ്റെ സ്മരണ നിലനിർത്തുക എന്ന്. അത് സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. ആ കൂട്ടത്തിലാണ് എല്ലാ വർഷവും മെയ് 11-ാം തീയതി ആ അനുസ്മരണ ദിനം ആചരിക്കുക എന്നുള്ളത്. നിരവധി ഓരോ വർഷവും ഇത് 5ാമത്തെ വർഷമാണ്. ഓരോ വർഷവും അത് നിരവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പേര് കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഇന്നും അതെ നമ്മുടെ ബഹുമാനപ്പെട്ട മധുസൂദനൻ നായർ മാഷെ പോലെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇവിടെ വന്നു എന്നുള്ളത്. അതൊക്കെ തന്നെ ഒന്ന് മാടമ്പിനോട് തോന്നിയിട്ടുള്ള അവർക്കൊക്കെ തന്നെയുള്ള മാനസികമായിട്ടുള്ള ആ അടുപ്പം എന്നുള്ളത്. ആ അടുപ്പത്തോടൊപ്പം തന്നെ ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങളോട് ഇവർ കാണിക്കുന്നതായിട്ടുള്ള താല്പര്യം, ഇതൊക്കെ തന്നെയാണല്ലോ ഈ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചത് എന്ന്, അതിൽ സന്തോഷമുണ്ട് എന്നത്. എന്തായാലും ഇന്നത്തെ ഈ അനുസ്മരണ ദിവസം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട മധുസൂദനൻ നായർ സാർ അവറുകളാണ്. നേരത്തെ വളരെ വിശദമായിട്ട് ദിവാകരൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കഥ പറച്ചലിൻ്റെ ഭാരതീയ വഴികൾ എന്നുള്ളത്, അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൗരാണികമായ ആ കാലം മുതൽ നാടോടി കഥകളും അതും മറ്റുമൊക്കെ തന്നെയായിട്ട് വാമൊഴിയായിട്ട് മുത്തശ്ശിമാരുമൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു സമ്പ്രദായം ഭാരതത്തിൽ നിലനിന്നിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ ഭാരതീയമായ കഥകൾ മാത്രമാവില്ല,
മറ്റേ ഈസോപ്പ് കഥകളായാലും അറബിക്കഥകളായാലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സമ്പ്രദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ മുഴുവനായിട്ട് വ്യാപിക്കുകയും അതൊക്കെ തന്നെ കേട്ട കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ തന്നെ മനസ്സിൽ അവരുടെ സംസ്കാരത്തിൽ അത് അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പാരമ്പര്യവും അതേപോലെ തന്നെ ഈ പൈതൃകവും കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. മഹാഭാരതമായാലും മറ്റ് ഭാഗവതമായാലും ഏതൊക്കെയായാലും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ അതിലൊക്കെ നോക്കിയാൽ അറിയാം സൂതനെ പോലെ ഒരാളെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു എന്ന ആ ഒരു സമ്പ്രദായം കഥ പറച്ചിൽ തന്നെയാണ് എന്ന്. ആ കഥ പറച്ചിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം തന്നെയാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. ആ ശബ്ദം കേട്ടിട്ട് ഈ കഥ ഓരോരുത്തരുടെയും ഉള്ളിൽ അതിങ്ങനെ അവിടെ എന്താ പറയുക സ്വാധീനിക്കപ്പെടുക എന്നുള്ളത് ആ ഒരു സമ്പ്രദായം അനുവർത്തിച്ചു വന്നു എന്നുള്ളത്. പക്ഷേ ഈ കഥ പറച്ചിലിൻ്റേതായിട്ടുള്ള വഴിയിൽ നിന്ന് അത് എഴുതപ്പെട്ട ഒരു രൂപത്തിലേക്ക് ആക്കിയപ്പോൾ അതിൻ്റെ കുറേയൊക്കെ തന്നെ അതിൻ്റെ ആത്മാവിന് കുറേയൊക്കെ നഷ്ടം സംഭവിക്കുക സ്വാഭാവികമാണ്. എങ്കിൽ പോലും അത് നിലനിർത്താനായിട്ട് നമ്മുടെ എഴുത്തുകാർ മുഴുവൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മധുസൂദനൻ നായർ പോലും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടിയിട്ട് ഈ കഥ പറയുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായം അനുവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. മാടമ്പും അതേ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത്തിരി കുട്ടിക്കഥകൾ എന്ന് പറഞ്ഞ രൂപത്തിൽ വളരെ വലിയ കഥകൾ തന്നെ ആശയങ്ങൾ ആ കഥ ചെറിയ വരികൾ കൂടിയിട്ട് ചെറിയ കഥകളിൽ കൂടിയിട്ട് വലിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്ന വിധത്തിലുള്ള സംഗതികൾ ഒക്കെ തന്നെയാണ് ഈ എഴുത്തുകാർ നമ്മുടെ ഭാരതീയമായ സമ്പ്രദായത്തിൽ സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. മാടമ്പിൻ്റെ കുട്ടിക്കഥകളായാലും അതുപോലുള്ള മറ്റ് കഥകളിലൊക്കെ തന്നെ ഈ ഒരു സമ്പ്രദായം അദ്ദേഹം ഭാരതീയമായ ഒരു സമ്പ്രദായം അത് അവലംബിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അദ്ദേഹം AIR വർക്ക് ചെയ്യുമ്പോൾ കഥ പറയുന്ന അമ്മാമൻ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ആ തസ്തിക അവിടെ നിലനിന്നിരുന്നത്. കഥ പറച്ചിൽ തന്നെയാണ്. ആ കഥ പറയുന്ന ആ അമ്മാമനായിട്ടും അദ്ദേഹം ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മധുസൂദനൻ നായരെ ഈ നമ്മുടെ മറ്റേ കഥ പറച്ചിലിൻ്റെ ഭാരതീയമായ വഴികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മാടമ്പ് ഓർമ്മ 2026 ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ മധുസൂദനൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണത്തെക്കുറിച്ച് ഒരു ആമുഖം നൽകാനായി അഡ്വക്കേറ്റ് VN ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, വടക്കുംപാട് മാഷ് വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഞാൻ യാദൃശ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൽ ലളിതാംബിക അന്തർജനം എഴുതുന്നുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അച്ഛനും മഹാകവി കുമാരനാശാനും ശ്രീമൂലം പ്രജാസഭയിൽ ഒരുമിച്ച് അംഗങ്ങളായിരുന്നു. അപ്പോൾ കുമാരനാശാൻ ലളിതാംബികാന്തർജനത്തിൻ്റെ അച്ഛനോട് ചോദിച്ചു, തിരുമേനി ഈ ചമത ഇടുമ്പോഴുള്ള മന്ത്രങ്ങൾ എന്താണെന്നറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ
അതൊന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാനതൊക്കെ മറന്നുപോയല്ലോ എന്ന് പറയും. അപ്പോൾ കുമാരനാശൻ ആ ചമത ഇടുമ്പോഴുള്ള മന്ത്രങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെ ചൊല്ലിക്കേൾപ്പിച്ചിട്ട് പറഞ്ഞു, നമ്പൂതിരിമാർ ഇതൊക്കെ വിട്ടു, പക്ഷേ ഞങ്ങളിതൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ നാറാണത്ത് ഭ്രാന്തനും അഗസ്ത്യഹൃദയമൊക്കെ വളരെ പ്രസിദ്ധിയാർജിച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അഗസ്ത്യഹൃദയത്തിലെ ഒരു വരി, അഗസ്ത്യഹൃദയം ഇങ്ങനെ കാണാതെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് നടന്ന സമയത്ത് അതിൽ പശ്ചിമ ശരദസ്വതം ചൊല്ലി നിന്നൊരാ പാച്ചൂറ്റി കാണുന്നതില്ലല്ലോ എന്നുള്ളൊരു വരി ചൊല്ലിയപ്പോൾ അച്ഛൻ ചോദിച്ചു, ആ മന്ത്രം ഏതാണെന്നറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പരിങ്ങി, എനിക്ക് കിട്ടണില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ഉപസ്ഥാനത്തിൻ്റെ മന്ത്രമാണ്, ഒഭിന്യം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞു വെച്ചിട്ട് അത് നിർത്തേണ്ട കാര്യമില്ല, അത് ദിവസം ചെയ്യേണ്ടതാണ്, അതൊന്നും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മൾ ഈ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഈ പ്രഭാഷണ വിഷയങ്ങളെല്ലാം. മാടമ്പ് കുഞ്ഞുകുട്ടൻ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ചിന്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്തിരുന്ന മേഖലകളെ കുറേ കൂടി സജീവമായി പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ 4 വർഷവും ഞങ്ങൾ ഇവിടെ സ്മാരക പ്രഭാഷണങ്ങൾ നിർവഹിച്ചത്. ആദ്യത്തെ വർഷം പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ കേശവൻ വെളുത്താട്ട്, രണ്ടാമത്തെ വർഷം മണ്ഡി IIT-യിലെ ഹിസ്റ്ററിയിലെ പ്രൊഫസറായ ശ്രീ മനു വി ദേവദേവൻ, മൂന്നാമത്തെ വർഷം സാമൂഹ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ KN സുനന്ദൻ, കഴിഞ്ഞ വർഷം സിനിമയിലെ രംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും വലിയ സാഹിത്യ നിരൂപകൻ കൂടിയായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ B എന്നിവരാണ് സ്മാരക പ്രഭാഷണങ്ങൾ നിർവഹിച്ചത്. ഈ വർഷത്തെ പ്രഭാഷണ വിഷയം കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ എന്നുള്ളതാണ്. ഈ തകഴി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ഞാൻ കുറേ നോവലുകൾ എഴുതിയെങ്കിലും നോവൽ എന്നുള്ള സാഹിത്യരൂപം അതൊരു പാശ്ചാത്യ സാഹിത്യരൂപമാണെങ്കിലും കഥ പറച്ചിലിന് നമ്മുടേതായിട്ടുള്ളൊരു വഴി ഉണ്ടാവില്ലേ, എങ്ങനെയാണ് നമ്മളത് പറയേണ്ടത് എന്നുള്ള ചിന്തയാണ് എന്നെക്കൊണ്ട് കയർ എഴുതിച്ചത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ ആ ഒരു വഴിയിൽ തുടർന്നിരുന്ന ഒരാളാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം മഹാപ്രസ്ഥാനത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ തഥാഗതൻ്റെ ജീവകഥയാണിത് എഴുതുന്നത്, ഇത് നോവൽ എന്ന് വിളിച്ചോളൂ, കവിത എന്ന് വിളിച്ചോളൂ, ഇവ തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഈ TV ചന്ദ്രൻ CN കരുണാകരനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ അതിനകത്ത് മാടമ്പ് കുഞ്ഞുകുട്ടൻ CN കരുണാകരൻ്റെ പെയിൻറ്റിങ്സ് എന്തുകൊണ്ടാണ് തനിക്കിഷ്ടമായത് എന്ന് പറയുന്ന പ്രധാന കാരണം അതിലൊരു ഇന്ത്യൻ വഴികളുണ്ട് കരുണാകരൻ്റെ പെയിൻറ്റിങ്സിൽ. അത് പഴയ അല്ലെങ്കിൽ പാശ്ചാത്യമായിട്ടുള്ള ഒന്നിനെ വെറുതെ പിന്തുടരുകയല്ല, അതുകൊണ്ടാണ് എനിക്ക് കരുണാകരൻ്റെ ചിത്രങ്ങൾ ഇത്ര ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സാധനാലഹരി എന്ന് പറയുന്ന നോവലിൻ്റെ ആമുഖത്തിലും മാടമ്പ് ഇത് തന്നെ എഴുതുന്നുണ്ട്. സാധനാലഹരിയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ രാമായണത്തെക്കുറിച്ചിട്ടുള്ളൊരു പ്രഭാഷണത്തിൽ മാടമ്പ് പറയുന്നത്, ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിൽ കാവ്യ വിഷയം വളരെ പരിചിതമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന കഥ നമുക്കൊക്കെ വളരെ സുപരിചിതമായ കഥയാണ്, അതാണ് പുതിയൊരു കവിതയായിട്ട് വരുന്നത്. അതാണ് ഇന്ത്യൻ വഴി എന്ന് മാടമ്പ് പറയുന്നുണ്ട്, കാവ്യ വിഷയം വളരെ പരിചിതമായിരിക്കണം എന്ന്. അപ്പോൾ സാധനാലഹരിയുടെ ആമുഖത്തിലും അദ്ദേഹം അതാണ് പറയുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ളത് സൗന്ദര്യലഹരിയാണ്, ഒരു കഥ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ വിക്രമാദിത്യൻ്റെ കഥകളിൽ നിന്ന് വിദ്യാസാഗരൻ്റെ കഥ എടുത്തു, അതാണ് സ്ഥൂലം എന്ന് പറയുന്നുണ്ട്. ആ കഥ വേണമല്ലോ, ആ കഥയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിക്രമാദിത്യ കഥകളിൽ നിന്ന് വിദ്യാസാഗരൻ്റെ കഥ എടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആര്യാവർത്തമൊക്കെ അതുപോലെ ഒരു ക്ലാസിക് മാനമുള്ള ഒരു നമ്മുടേതായിട്ടുള്ള ഒരു കഥ പറച്ചിൽ വഴി നോവൽ എന്ന പാശ്ചാത്യമായ സാഹിത്യ രൂപത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അന്വേഷണമായിരുന്നു. ഒരു പക്ഷേ ഉണ്ണേരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറയുന്ന തുടങ്ങുന്ന കോവിലിൻ്റെ കൃതികളിലും നമുക്കൊരു പക്ഷേ കുറേശ്ശെ അത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആരാണ് നമുക്ക് പറയാൻ കഴിയുക എന്ന് അന്വേഷിച്ചപ്പോൾ ഇന്ന് നമുക്ക് മധുസൂദൻ നായരല്ലാതെ വേറെ ആരെയും നമുക്ക് നേരത്തെ ദിവാകരേട്ടനും വടക്കുംപാട് മാഷുമാരൊക്കെ പറഞ്ഞതുപോലെ ഓർമ്മ വന്നില്ല. ഈ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ നടത്തുന്ന 5ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണം കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് P. മധുസൂദൻ നായരാണ്. ഞാനതിൻ്റെ
ആമുഖവും പശ്ചാത്തലവും പറഞ്ഞു എന്ന് മാത്രം. നന്ദി, നമസ്കാരം. നന്ദി ഹരി. അടുത്തതായി മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണം. വിഷയം കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ. നമ്മുടെ പ്രിയ കവിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, കവിതയും നാദരൂപത്തിൽ സഞ്ചരിച്ചാൽ എല്ലാവർക്കും ഭാവമായി അകത്ത് കിട്ടും. അങ്ങനെ നാദരൂപത്തിൽ കവിതകൾ നമുക്ക് പകർന്നു നൽകിയ പ്രിയ കവി, ഭാവഗാംഭീര്യമുള്ള കവിതകളിലൂടെ മലയാള മനസ്സുകളെ സ്പർശിച്ച പ്രിയ കവി, വാക്കുകളെ സംഗീതമാക്കി തലമുറകളുടെ ഹൃദയത്തിൽ സ്ഥിര സാന്നിധ്യമായ പ്രിയ കവി പ്രൊഫസർ ശ്രീ വി മധുസൂദനൻ നായർ അവർകളെ 5ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന അമരമായ അക്ഷര തേജസ്സിന് എൻ്റെ വിനീതമായ പ്രണാമം. ആ തേജസ്സിൽ മുങ്ങി ആ തേജസ്സാൽ ആകൃഷ്ടരായി പ്രചോദിതരായി എൻ്റെ മുന്നിലിരിക്കുന്ന അഭിജ്ഞരും പരിണതപ്രജ്ഞരും വന്ദനീയരുമായ എല്ലാ ഗുരുജനങ്ങൾക്കും അമ്മമാർക്കും നമ്മളെക്കാൾ ഉള്ളറിവ് കൂടുതലുള്ള ഇളയ കുഞ്ഞുങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇത് മാടമ്പ് ഇല്ലമാണോ മനയാണോ? മന എന്നെനിക്ക് വിളിക്കാൻ തോന്നുന്നു, ഇല്ലം എന്നും വിളിക്കാൻ തോന്നുന്നു. ഇല്ലം എന്തിൽ ആണോ അടങ്ങിയിരിക്കുന്നത് അതാണ് ഇല്ലം. അധികരണം, അധികരണം എന്ന കാരകം വരുന്നതാണ് ഇൽ. ആ ഇൽ നിലനിർത്തിയതാണ് ഇല്ലം. നമ്മുടെ മണ്ണിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ മൊഴിയെ വീട്ടിൽ തന്നെ ഒതുക്കി എടുത്തു എന്നതാണ് ഇല്ലങ്ങളുടെ പ്രത്യേകത. തമിഴിൽ ഇല്ലം ഉണ്ട്, തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇല്ലമുണ്ട്. വീടിന് ഇല്ലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇങ്ങനെയുള്ള ഇല്ലങ്ങളിലാണ്. പിന്നെ മന എന്നും പറയും. ഈ മാടമ്പ് മന ഒരക്ഷരമനയാണ്. അത് മാടമ്പിൻ്റെ സ്വന്തം കർമ്മം കൊണ്ട്, അക്ഷരകർമ്മം കൊണ്ട് എൻ്റെ കൊച്ചു കണ്ണിൽ ഒരു പ്രപഞ്ചമന ആയി മാറി. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്നെ ശ്രീമതി ഹസീന വിളിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളിൽ പലതിലും നിരക്ഷരനാണ്. എനിക്കിങ്ങനെ ഒരു അനുജ്ഞ കിട്ടി. മാടമ്പ് കുഞ്ഞുകുട്ടൻ അനുസ്മരണ പ്രഭാഷണം. ഞാൻ പറഞ്ഞു, ഞാനതിന് ഒരിക്കലും അർഹനല്ല, യോഗ്യനല്ല. ആ പാത്രത്തിൽ വയ്ക്കരുത് എന്നൊരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട്. അരുതാത്തത് ചെയ്യാൻ വലിയ മടിയാണ്. പക്ഷേ നിർബന്ധം സ്നേഹത്തിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരാജ്ഞ വീഴുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മൾ ഗുരുതുല്യം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ആജ്ഞയാണ് എന്നെനിക്ക് തോന്നി. എനിക്കത് പുണ്യമാണല്ലോ എന്ന് ഞാൻ കരുതി. സത്യമായും പറയുന്നു, യോഗ്യതയുണ്ടായിട്ടല്ല, കഴിയും എന്ന് തോന്നിയിട്ടുമല്ല. അത്രത്തോളം ചെയ്യാം എന്ന ഒരു ധൈര്യം പോരാ. ആകാവുന്നതേ ചെയ്യാനൊക്കൂ. ആകാശം വലുതാണ്. ഞാനും ഒരു ചെറിയ തുമ്പിയാണ്. ഉള്ളിടത്ത് പറക്കാം. ഒരുപാട് പറക്കാനുള്ള പക്ഷബലം, ചിറകിൻ്റെ ബലം
തീരെ കുറഞ്ഞവരിൽ ഒരുത്തനാണ് സാരം തീരെ കുറഞ്ഞ ഞാൻ എന്നെനിക്കറിയാം. എങ്കിലും എൻ്റെ മുന്നിൽ വെച്ച് 3 or 4 വിഷയങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ എനിക്ക് തോന്നിയത് ബാക്കി 3 ഇതിനേക്കാൾ ദുർവഹമായ ഗഹനതയുള്ള വിഷയങ്ങളാണ് എന്നതുകൊണ്ടാണ്. അത് ഒറ്റ ഭാഷണത്തിലോ ഒരു പക്ഷം നീണ്ടു നിൽക്കുന്ന ഭാഷണത്തിലോ ഒതുക്കാൻ കഴിയുന്ന വിഷയമല്ല. എനിക്കതിന് ശേഷിയും പോരാ, ഇതും പോരാ. എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് കഷ്ടിച്ചൊന്ന് നോക്കിക്കാണാൻ പറ്റുന്നൊരു വിഷയം ഇതാണ്. 3-4 വിഷയം എനിക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. ഇഷ്ടമുള്ളത് തോന്നിയില്ല. ഇത് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഥാകൃത്തല്ല, കഥാകുതുകി ആണ്. കഥ എഴുത്തിൻ്റെ ശില്പകലയൊന്നും വശമില്ല. ഒരുപാട് പേരുടെ കഥകൾ വായിച്ചു, മാടമ്പിൻ്റെതും വായിച്ചു. ഫസ്റ്റ് ഇറങ്ങി ഏതാനും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വായിച്ചു. ഞാൻ വിസ്മയിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. പക്ഷേ ഞാൻ CV രാമൻപിള്ളയുടെ കഥകൾ, നോവലുകൾ ആർത്തിയോടെ വായിച്ചിരുന്നൊരു ജീവിയാണ്. എൻ്റെ ബാല്യം തൊട്ട് അമ്മ വായിച്ചു കേട്ട് CV രാമൻപിള്ളയുടെ നോവലിലെ പല നെടുങ്കൻ വാചകങ്ങളും കാണാപാഠമായിരുന്ന ഒരു ജീവിയാണ് ഞാൻ. അപ്പോൾ CV രാമൻപിള്ളയുടെ വചനശൈലിയിൽ കൂടെ എന്താണൊരു കഥയുടെ പൊലിപ്പം, വലിപ്പം, പെരുപ്പം എന്നെനിക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു. ഇത്ര പോന്നവനെ ആകാശഭേദിയായി വളർത്തിയെടുക്കുന്ന ഒരു വചനശൈലി CV രാമൻപിള്ളയ്ക്കുണ്ട്. അതുകൊണ്ട് ഭ്രഷ്ട് വായിച്ചപ്പോൾ താത്തക്കുട്ടിയുടെ ജീവിതകഥ വളരെ പെരുപ്പിച്ച് കളഞ്ഞില്ലേ, അതാണ് ഒരു എഴുത്തുകാരൻ്റെ ശൈലി എന്നെനിക്ക് തോന്നി. പിൽക്കാലത്ത് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതല്ല വാസ്തവം, പക്ഷേ വാസ്തവമാണ്, ചരിത്രമാണെന്ന് തോന്നുന്നു. ഒരു കഥാകാരൻ പറയുമ്പോൾ, ഏറ്റവും നല്ല സർഗശേഷിയുള്ള കഥാകാരൻ പറയുമ്പോൾ അവൻ്റെ വാക്കിൽ പുതിയൊരു ലോകം വിടരും. ആ ലോകമാണ് ചരിത്രമെന്ന് നമ്മൾ ധരിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്ന അല്പദൃഷ്ടികളും ചിലപ്പോൾ വികലദൃഷ്ടികളും വികൃത ദൃഷ്ടികളുമായിട്ടുള്ളവർക്ക് പല രീതിയിൽ അത് കാണപ്പെടാം. അങ്ങനെ ഒരേ കഥ പല രീതിയിൽ, പല ചരിത്രമായി, പല രാഷ്ട്രീയമായി, അല്ലെങ്കിൽ പല ജീവിതമായി, പല സ്വഭാവമായി വ്യാഖ്യാനിക്കപ്പെടാം. വ്യാഖ്യാനത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളവൻ്റെ, വാചകശേഷിയുള്ളവൻ്റെ, പക്ഷബലമുള്ളവൻ്റെ വ്യാഖ്യാനം സമൂഹത്തിൽ കുറേ കാലത്തേക്ക് പടർന്നെന്നും വരാം. പക്ഷേ ഇവിടെയും നമ്മൾ നോക്കേണ്ടത്, നേരത്തെ ഇവിടെ 2 പേർ സൂചിപ്പിച്ചതുപോലെ, ശ്രീഹരിയുമൊക്കെ സൂചിപ്പിച്ചതുപോലെ, എന്ന് എഴുതി, അതെന്തിനെഴുതി എന്നതിൻ്റെ ബലത്തിൽ വേണം മറ്റുള്ളത് പരിശോധിക്കാൻ. ഞാൻ തീർച്ചയായും ഇതുപോലെ വേറൊരു ഭാരം വന്നപ്പോൾ ഒരു ജോലി ഏറ്റെടുത്തു. ശ്രീ ആർ ഹരി അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിലെ ഭീഷ്മർ എന്ന പുസ്തകത്തിൻ്റെ അവതാരിക കുറിക്കണം എന്ന് എന്നോടാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ മഹാഭാരതത്തിൽ ഒരു കുഞ്ഞു പോലുമല്ല, എനിക്കതിന് കഴിവില്ല. അദ്ദേഹത്തെപ്പോലെ ഒരു പണ്ഡിതന് പുസ്തകത്തിന് അവതാരിക എഴുതാനുള്ള കഴിവും എനിക്കില്ല. അദ്ദേഹം 3 പ്രാവശ്യം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ എഴുതണം എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ആ പുസ്തകം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖ പ്രസ്താവനയിൽ ശ്രീ ആർ ഹരി തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു കൃതി ഏത് കാലത്ത് എഴുതി, അതിൻ്റെ എഴുതപ്പെട്ട സാഹചര്യവും ഉദ്ദിഷ്ടവും എന്താണ് എന്നത് പരിഗണിച്ചിട്ട് വേണം പുതിയ കാലം അതിനെ വ്യാഖ്യാനിക്കാനും വിലയിരുത്താനും. നമ്മൾ ഇന്നത്തെ കണ്ണുകൊണ്ടല്ല അന്നത്തെ കൃതിയെ നോക്കേണ്ടുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ വളരെ അഭിമതമായി തോന്നി. നമ്മൾ ഏത് രീതിയിലാണ് ഒരു കാലത്തിനെ ഗണിക്കുന്നത്, നമ്മുടെ വിധികൾ തെറ്റാൻ പാടുള്ളതല്ല. കാലത്തോട് സത്യസന്ധത, എഴുത്തുകാരനോട് സത്യസന്ധത, എഴുത്തുകാരൻ്റെ വിവക്ഷിതത്തോട് സത്യസന്ധത, ആ കാലത്തെ ജീവിതത്തോടുള്ള സത്യസന്ധത, ഇത്രയും നേടിയെടുക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടായാൽ മാത്രമേ പഴയ കൃതികളെ നമുക്ക് വായിച്ച് അറിഞ്ഞ് വിധിക്കാനും സ്വീകരിക്കാനും സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നത് പോലും അബദ്ധങ്ങളിൽ കൂടെ ഉള്ള സഞ്ചാരത്തിലൂടെ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ
ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞാൻ അന്ധാളിച്ചു. എന്നിട്ടും ഞാൻ അതിന് കുറേ ധൈര്യം കാണിച്ചു. കാരണം ഇതിനകത്ത് ഒത്തിരി ശ്രദ്ധേയമായ സംഗതികളുണ്ട്. ഏത് ദേശത്തിനും അവരവരുടേതായ ഒരു വചനശൈലി ഉണ്ടാവും, വാക്യശൈലി ഉണ്ടാവും, അല്ലെങ്കിൽ പറച്ചിലിൻ്റെ ശൈലി, ആഖ്യാന ശൈലി ഉണ്ടാവും. ഏത് ജനതയ്ക്കും ഏത് ജനവിഭാഗത്തിനും ഉണ്ടാകും. എൻ്റെ നാട്ടിൽ ഒരു പ്രത്യേക ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമ്പത്തികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയുടെ സംഗീതം കേട്ടാൽ തന്നെ അവരുടെ സാമൂഹികാവസ്ഥയെന്ത്, ബൗദ്ധികാവസ്ഥയെന്ത്, സാംസ്കാരികാവസ്ഥയെന്ത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഭാഷയ്ക്കൊരു സംഗീതമുണ്ട്, ഒരു സ്വന സഞ്ചാരമുണ്ട്. ആ സ്വന സഞ്ചാരത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകും, വാക്കുകളുടെ പ്രയോഗത്തിൽ കൂടെ മനസ്സിലാകും. ഇത് ഏത് ദേശത്തും എക്കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ദേശത്ത് പറയപ്പെടുന്ന കഥയ്ക്ക് അതിൻ്റേതായ ഒരു ശൈലിയും ജനത്തിൻ്റെ രുചിയും കാണും. ഒരുപാട് ഭാഷകളുണ്ട്, ഒരു ഭാഷയ്ക്കുള്ളിൽ ഒരുപാട് ഭാഷകളുണ്ട്. ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ ഒത്തിരി ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഭാഷയ്ക്കെല്ലാം വ്യത്യസ്തമായ ഭാഷകളുമുണ്ട്. ഇതിലെല്ലാത്തിലും എഴുതപ്പെടുന്നുമുണ്ട്. എല്ലാ ഭാഷയും ഒരുപോലെ വരണീയമാണ്, മാനനീയമാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. എല്ലാ ഭാഷയും, എല്ലാ ജനങ്ങളുടെ ഭാഷയും. ഒരു ഭാഷയും അധമമല്ല, എല്ലാ ഭാഷയും ദേവഭാഷയാണ് എന്നാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. അതിനും സി വി രമൻപിള്ള എനിക്ക് കൂട്ടുവരും. സി വി രമൻപിള്ള ധർമ്മരാജ എന്ന നോവലിൻ്റെ, രാമരാജ ബഹദൂർ എന്ന നോവലിൻ്റെ ഒരധ്യായത്തിൽ എഴുതുന്നുണ്ട്, കാർത്തിക് തിരുനാൾ മഹാരാജാവ് നാട്ടുംപുറത്തുകാരനായ ഒരുത്തൻ്റെ സംഭാഷണം കേട്ടിട്ട്, കേട്ടോ അമ്മാച്ച എന്നൊക്കെ പറഞ്ഞ് രാജാവിനോട് ഉപചാരങ്ങളൊന്നും കൂടാതെ വർത്തമാനം പറയുന്നത് കേട്ടിട്ട് അവൻ്റെ ഭാഷയെക്കുറിച്ച് മഹാരാജാവ് ചിന്തിക്കുന്ന മട്ടിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ വാക്യം: അവൻ്റെ ഭാഷ തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ വ്യാപാര വിവിധത്വങ്ങളെ നല്ലതിൻവണ്ണം ഗ്രഹിച്ചിരുന്ന വൃദ്ധന് അവൻ്റെ ഭാഷ ദേവഭാഷ പോലെ കർണാനന്ദകരമായിരുന്നു. നാട്ടിലെ എല്ലാവരുടെയും ഭാഷ പ്രാകൃതം, അപഭ്രംശം തുടങ്ങിയുള്ള ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ ഭാഷയും ദേവഭാഷയാണ് എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഭാഷയിലൂടെയും പ്രപഞ്ചത്തിൻ്റെ സത്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദേശത്തിൻ്റെയും വർത്തമാനത്തിന് ശൈലികളുണ്ട്, രീതികളുണ്ട്, അവതരണ രീതികളുണ്ട്, അവർ കണ്ടുപിടിച്ച സംഗതികളുണ്ട്. ഇവയ്ക്കെല്ലാം പ്രത്യേകതകളുമുണ്ട്. എങ്ങനെ എന്നന്വേഷിച്ച് നോക്കിയാൽ ഓരോ കഥ പറയുമ്പോഴും ഒരമ്മൂമ്മ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അപ്പൂപ്പൻ പറഞ്ഞാലും യക്ഷിക്കഥ പറഞ്ഞാലും പേക്കഥ പറഞ്ഞാലും ഹാസ്യകഥ പറഞ്ഞാലും എല്ലാ കഥയുടെ പറച്ചിലിലും ഒരു പുതിയ സൃഷ്ടിയുണ്ട്, ഒരു തന്ത്രം ഉണ്ട്. വചനകല താന്ത്രികമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വചനകല അക്ഷരതന്ത്രം ആണ്. ആ അക്ഷരതന്ത്രം ശ്രോതാവിൽ പറയുന്നവനിലൂടെ ശ്രോതാവിൽ ഒരു പുതിയ രംഗം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു യന്ത്രം സൃഷ്ടിക്കുന്നു. നമ്മൾ താന്ത്രികതയിൽ യന്ത്രമുണ്ട്. യന്ത്രം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ, യന്ത്രം വരയ്ക്കുന്നത് പോലെ തന്നെ ഒരു മണ്ഡലം സൃഷ്ടിക്കുന്നുണ്ട്. ഓരോ കഥാരംഗവും ഓരോ സർഗവചനവും മനസ്സിലൊരു മണ്ഡലം സൃഷ്ടിക്കുന്നു. അത് വേറൊരു സൃഷ്ടിയാണ്. വാക്കുകൊണ്ട് ചിത്രം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ശില്പം ഉണ്ടാക്കുന്നു, അതുമല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കുന്നു, പ്രകൃതി ഉണ്ടാക്കുന്നു, ചലനമുണ്ടാക്കുന്നു, നടനമുണ്ടാക്കുന്നു. വാക്ക് തന്നെ നർത്തകിയായി, നടനായി മാറുന്നു. വാക്ക് അകത്ത് നർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വാക്കിന് ഒരുപാട് തരത്തിലുള്ള ആവിഷ്കാരങ്ങളുണ്ടാകുന്നു. അതൊരു താന്ത്രികതയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ശരീരം തന്നെ, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ അപ്പുറത്ത് കാണുന്ന ഓരോ ജീവിയുടെയും ശരീരം തന്നെ ഒരു തന്ത്രസ്വരൂപമാണ്.
വാക്തന്ത്രം നിറഞ്ഞതാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. യോഗശാസ്ത്രം അനുസരിച്ച് പറയുമ്പോൾ മൂലാധാരം മുതൽ സഹസ്രാരം വരെ എത്തുന്നതിനിടയ്ക്ക് 51 അക്ഷരങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമല്ലോ യോഗശാസ്ത്രം അനുസരിച്ച്. ആ ശാസ്ത്രം തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ കഥയിൽ കൂടെ ഓരോ താന്ത്രികമായ അധിനിവേശമാണ് നമ്മളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ താന്ത്രികമായ ഒരു ബാധ നമ്മളിലുണ്ടാകുന്നു. ആ ബാധ ആദ്യകാലം തൊട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കഥ പറച്ചിലിൻ്റെ ആദിമരംഗങ്ങൾ ചിലപ്പോൾ നാടോടി ജീവിതമായിരിക്കാം. വർത്തമാനം പറഞ്ഞു തുടങ്ങിയ സമൂഹം ആദ്യമായിട്ട് ആവിഷ്കരിച്ച പലതിലും ഇതുണ്ടായിരുന്നിരിക്കാം. സാഹിതീരൂപമായി മറ്റാളുകൾ ഏറ്റെടുക്കുന്നതായി പിന്നീടത് പ്രതിഷ്ഠ നേടുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുമായിരിക്കാം. പക്ഷേ ആദിമകാലം മുതൽ നമുക്ക് ലോകത്തെ കഥാരൂപത്തിൽ, നാടകരൂപത്തിൽ, തന്ത്രരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കഥാരൂപം തന്നെ ഋഗ്വേദത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേദം തൊട്ട് പഠിക്കണം നമ്മുടെ കഥ പറച്ചിലിൻ്റെ ശൈലികളെ നോക്കണമെങ്കിൽ. വളരെ വിശാലമായിട്ട് അത് പഠിക്കാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും അത് ഞാനിവിടെ അധികം വിശദീകരിക്കാൻ ശേഷിയുമില്ല, വിശദീകരിക്കാതെ പോവുകയാണ്. പ്രാചീന കാലത്തെ വേദത്തിലെ കഥകൾ സൂചനകളോ പ്രതീകങ്ങളോ ചിലപ്പോൾ അപൂർവം ചില മന്ത്രത്തിലെ സ്പർശങ്ങളോ മാത്രമായിരിക്കും. അതിൽ നിന്ന് തൊട്ട് ഒരു കഥ ആരംഭിക്കാനാവും. ഉദാഹരണം മാത്രം പറഞ്ഞു പോകാം. ഒന്ന്, ശുനശേഭൻ്റെ മന്ത്രങ്ങൾ. ശുനശേഭൻ എന്നൊരാളിനെക്കുറിച്ച് നമ്മൾ പിൽക്കാലത്ത് പുരാണങ്ങളിൽ കേട്ടു. പുരാണങ്ങളിൽ കേട്ടത് ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. സത്യസന്ധനായ ഹരിശ്ചന്ദ്രൻ, ശ്മശാനം കാത്ത ഹരിശ്ചന്ദ്രൻ. നമ്മൾ സിനിമയിലൊക്കെ, ആത്മവിദ്യാലയമേ സിനിമയിലൊക്കെ, ഹരിശ്ചന്ദ്രൻ സിനിമയിലാണ് ആത്മവിദ്യാലയം ഉള്ളത്. ആ സിനിമയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന തിക്കൃശ്യ വേഷമിട്ട ആ ഹരിശ്ചന്ദ്രൻ, അത് ഹരിശ്ചന്ദ്രൻ എന്ന വാക്ക് നമ്മുടെ ശൈലിയുമായിട്ടുണ്ട്. അവൻ ഹരിശ്ചന്ദ്രൻ്റെ മോനാണ്, സത്യവാൻ എന്നാണ്. പക്ഷേ വേദത്തിലെ ഹരിശ്ചന്ദ്രൻ സത്യവാനല്ല, കപടവേഷധാരിയാണ്, ഭരിക്കുന്നവനാണ്. ഭരിക്കുന്നവൻ എന്ന് കാണിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്ന പല കാപഢ്യങ്ങളും അതേ രീതിയിലോ അതിനപ്പുറമോ കാണിച്ച ഒരാളാണ് വേദത്തിലെ ഹരിശ്ചന്ദ്രൻ. ആ വേദത്തിലെ ഹരിശ്ചന്ദ്രൻ വിലക്കെടുത്ത് ബലിക്ക് കൊണ്ടുവന്ന ഒരു മധ്യമപുത്രനാണ് ശുനശേഭൻ. ആ ശുനശേഭന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ശുനശേഭൻ കെട്ടിൽ കിടന്നുകൊണ്ട് മന്ത്രം ജപിച്ച്, മന്ത്രം കണ്ടെത്തി, മന്ത്രദ്രഷ്ടാവായി. ആ മന്ത്രമാണ് ഇതിലുള്ളത്. മന്ത്രദ്രഷ്ടാവായി അവൻ്റെ ബന്ധനങ്ങൾ 3 ഭേദിച്ചു. 3 കെട്ടുകൾ ബലിക്കുറ്റിയിൽ കെട്ടപ്പെട്ട അവനുണ്ടായിരുന്നു. 3 കെട്ടുകളും അവൻ്റെ മന്ത്രം കൊണ്ട് പൊട്ടിച്ചു. അങ്ങനെ അവൻ സ്വതന്ത്രനായി. സ്വന്തം നാഭിയിലെ കെട്ട് പൊട്ടിച്ചു, സ്വന്തം പാദത്തിലെ കെട്ട് പൊട്ടിച്ചു, സ്വന്തം കണ്ഠത്തിലെ കെട്ട് പൊട്ടിച്ചു. ഇത് വെച്ച് ഞാനൊരു കവിത പുരുഷമേധം എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. പലർക്കും അത്, പിൽക്കാലത്തുള്ളവർക്കത് മനസ്സിലായിട്ടില്ല. ശരിയാണ്. അത് മാടമ്പിൻ്റെ പല നോവലും വായിക്കുമ്പോൾ മനസ്സിലാകാത്തതുപോലെ കുറേ ആണ്, എനിക്കറിയാം. മനസ്സിലാവാറില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് വേരുകളെക്കുറിച്ച് ബോധമില്ല. വേരുകളെ അനുഭവിക്കാനുള്ള യോഗം നമുക്കില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ ഇന്നിൻ്റെ ഓളങ്ങൾ കിടക്കുന്നവരാണ്. ഇന്നലെയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ശേഷി നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ ഇറങ്ങുമെങ്കിൽ നമ്മൾ ചിരപുരാതനനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മാടമ്പിൻ്റെ കൃതി വായിക്കുമ്പോൾ, ആര്യാവർത്തം തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 5000 വർഷത്തിൻ്റെ പഴക്കം എനിക്കുണ്ട് കുറഞ്ഞത്. അതാണ് മനുഷ്യബലം, അതാണ് മനുഷ്യൻ്റെ സ്മൃതിബലം, അതാണ് മനുഷ്യൻ്റെ ആത്മബലം, ഏറ്റവും വലിയ പ്രപഞ്ചത്തിൻ്റെ ആത്മീയ ബലം എന്ന് എനിക്ക് തോന്നുന്നു. ആ ആത്മീയ ബലം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ നിസ്സാരരാകും, അന്തസ്സാരവിഹീനർ ആവും. അകത്ത് ഒന്നുമില്ലാത്ത വൃക്ഷങ്ങളെയാണ് നിസ്സാര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഇത് ചില മുളകൾ ഇത് തുടങ്ങിയിട്ടുള്ളതെല്ലാം നിസ്സാര വൃക്ഷങ്ങളാണ്, അകത്ത് സാരമില്ലാത്തതാണ്. ഇന്നത്തെ മനുഷ്യജീവിതം നിസ്സാര ജീവിതമാണ്, അകത്ത് സത്തയില്ലാത്തതാണ്.
അകത്ത് സത്തയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കും എന്നതാണ് അവസ്ഥ. ആ രീതിക്ക് നോക്കാൻ കഴിയുമെങ്കിലേ നമുക്ക് ശുനശേഭൻ്റെ കഥയും മനസ്സിലാവൂ. വേദത്തിലൊരു കവശൻ ഉണ്ട്. വേദത്തിലെ കവശൻ എന്ന് പറയുന്നവൻ മന്ത്രം ചൊല്ലിയിരിക്കുന്ന ഋഷിമാരുടെ അടുത്തേക്ക് പോകുന്നു. ഋഷിമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അടിച്ചോടിക്കുന്നു, നീ വേടനാണ്, അസ്പൃശ്യനാണ്, കടന്നു പൊക്കോ, മന്ത്രം ചൊല്ലുന്നിടത്ത് നിനക്ക് പ്രവേശമില്ല, മന്ത്രദ്രഷ്ടാക്കൾക്ക് മാത്രമേ ഇവിടെ പ്രവേശമുള്ളൂ എന്ന് പറയുന്നു. അവൻ പോയി വേദനിച്ചു, തപസ്സിരുന്നു, മന്ത്രം കണ്ടെത്തി. അവൻ സ്വയം മന്ത്രം കണ്ടെത്തിയപ്പോൾ അവൻ്റെ ചുറ്റും സരസ്വതി ഒഴുകി. അവൻ്റെ ചുറ്റും സരസ്വതി ഒഴുകിയപ്പോൾ എവിടെയെന്ന് ഋഷിമാർ അന്വേഷിച്ചു വന്നു. വേടനായ കവശൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഋഷിയായിരിക്കുന്നു, അങ്ങ് ജ്ഞാനിയായിരിക്കുന്നു. ജ്ഞാനിയെ വണങ്ങുന്ന ജ്ഞാനിയാവുമ്പോൾ അവൻ്റെ വർണ്ണം മാറുന്നു, അവൻ്റെ ജാതി മാറുന്നു, അവൻ ആൾ മാറുന്നു. ഈ ഒരു മഹത്വം വേദകാലത്തെ ഉണ്ടായിരുന്നു. അതൊരു ചരിത്രമാണ്, ഒരു ജീവിതമാണ്, അതൊരു ദർശനമാണ് എന്ന് കാണാൻ ഋഗ്വേദം തന്നെ വഴി തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് അധികം കടക്കാറില്ല. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കഥ പറച്ചിലിൻ്റെയും കഥയുടെ ബീജാവാപത്തിൻ്റെയും ആദിമ രംഗങ്ങൾ, ആദിമ വേദികൾ വേദമായിരുന്നു. ഋഗ്വേദം തൊട്ട് എല്ലാം ഋഗ്വേദം തന്നെയാണ് പ്രധാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഋഗ്വേദത്തിൻ്റെ മുഴുവൻ ആ കഥാരംഗങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ബ്രാഹ്മണത്തിലേക്ക് കയറണം. ബ്രാഹ്മണങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഐതിരേയ ബ്രാഹ്മണമോ കൗശിതക ബ്രാഹ്മണമോ തൈത്തിരീയ ബ്രാഹ്മണമോ ഈ ബ്രാഹ്മണങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഋഗ്വേദത്തിലെ ചില ചെറിയ ലഘുവായ സൂചനകൾ കഥകളായി വികസിക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. പലയിടത്തും വ്യാഖ്യാനം പലതാവും. അതുകൊണ്ട് നമുക്ക് തെറ്റ് പറ്റിപ്പോകാനും ഇടയുണ്ട്, തീർച്ചയാണ്. ആ വ്യാഖ്യാനങ്ങൾ, ബ്രാഹ്മണങ്ങളിലെ വ്യാഖ്യാനങ്ങൾ ആദ്യത്തെ ഗദ്യകഥകളാണ്. നമുക്ക് ഗദ്യകഥകൾ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ വിഷാദിക്കുകയും പരിതപിക്കുകയും ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കി കാണുകയും പടിഞ്ഞാറ് നോക്കി ഗദ്യകഥകളുടെ സാമ്പിൾ നോക്കുകയൊക്കെ ചെയ്യും, സത്യമായിട്ടും. പക്ഷേ നമുക്ക് ഗദ്യകഥകൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണങ്ങൾ നോക്കിയാൽ കഥകളുണ്ട്. ദേവാഹ അസുരാശ്ച എന്ന് തുടങ്ങുന്ന ഒരു കഥയുണ്ട്. അത് ഏതാണ്? ദേവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു ലോകത്ത്. പ്രപഞ്ചത്തിൽ ദേവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. അസുരന്മാർ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ചപ്പോൾ ദേവന്മാർക്ക് സ്ഥലം ചുരുങ്ങി. സ്ഥലം തീരെ ചുരുങ്ങിയപ്പോൾ ദേവന്മാരുടെ അധിപനായ ഇന്ദ്രൻ പോയി അസുരന്മാരോട് ചോദിച്ചു, നമുക്ക് വിഭജാമഹേ, നമുക്ക് ലോകം വിഭജിച്ചെടുക്കാമോ, സീറ്റ് പങ്കിട്ടെടുക്കാമോ എന്ന് ചോദിച്ചു. അതെങ്ങനെ എന്ന് അസുരന്മാർ ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ പിറകിൽ നിന്ന് പൊക്കം കുറഞ്ഞ വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചു പയ്യനില്ലേ, എവൻ്റെ പാദം കൊണ്ട് 3 ചുവട് അളന്ന് ഞങ്ങൾക്കെടുക്കാം, ഞങ്ങൾക്ക്, ബാക്കി മുഴുവൻ നിങ്ങൾക്ക്. അപ്പോൾ ദേവന്മാർ ആർത്തുല്ലസിച്ചു, കൊള്ളാം, ഭൂരിപക്ഷം നമുക്ക് കിട്ടി, ഇരിക്കട്ടെ, അളക്കാം എന്ന് പറഞ്ഞു. സമ്മതം കൊടുത്തു. സമ്മതം കൊടുത്തപ്പോൾ വാമനൻ വിഷ്ണുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അളന്നോളാൻ. ഉടനെ തന്നെ വിഷ്ണു വലുതായി ഒറ്റപ്പാദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അളന്നു. കഥ അതാണ്, വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒറ്റപ്പാദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അളന്നു. 2ാമത്തെ പാദം കൊണ്ട് വേദം മുഴുവൻ അളന്നു. 3ാമത്തെ പാദം കൊണ്ട് വാക്ക് മുഴുവൻ അളന്നു. വാക്കെന്ന് പറഞ്ഞ ബോധസ്വരൂപം, ശബ്ദസ്വരൂപം, ബോധസ്വരൂപം. ആ ബോധസ്വരൂപത്തെ മുഴുവനും വിഷ്ണുവിൻ്റെ പാദങ്ങൾ അളന്നു. അങ്ങനെ അസുരന്മാർ എല്ലാത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇതാണ് ത്രിവിക്രമ വാമന മിത്ത്. പിന്നെ അത് പറയപ്പെട്ട് ആവർത്തിച്ച് പറയപ്പെട്ട് പകർത്തി വന്ന് ഇങ്ങേയറ്റം തെക്കേ ഇന്ത്യയിൽ വന്നിട്ട് ഒരു വിഷ്ണു വാമനനായതും ബലി എന്ന് പറയുന്ന ഒരു കക്ഷിയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ തലയിൽ ചവിട്ടിയതും ആക്കി. എന്നിട്ട് നമ്മളപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് വ്യാഖ്യാനിച്ചു, അവൻ ദ്രാവിഡൻ, മറ്റവൻ ആര്യൻ. നമ്മളതിന് വില കൊടുത്തു. പഴയ വിഷ്ണുവും പഴയ ഇന്ദ്രനും പഴയ അസുരനും പോയി. പഴയ വിഷ്ണു എന്തായിരുന്നു? പ്രപഞ്ചവ്യാപ്തിയാർന്ന
ഊർജശക്തിയാണ്. വൈഷ്ണവശക്തി സൂര്യശക്തിയാണ്. ആ ശക്തി ബോധത്തെ പ്രജ്വാലനം ചെയ്യുന്ന ഒരുത്തനാണ്, ഒന്നാണ്. മറ്റേത് തമശക്തിയാണ്. ഇന്ദ്രൻ ഇന്ദ്രിയ ശക്തിയുമാണ്. ആ സൂചനകൾ വെച്ചുകൊണ്ട് കഥയുണ്ടാക്കിയ വേദബുദ്ധി പിൽക്കാലത്ത് നമ്മൾ ചുരുക്കി കൊണ്ടുവന്ന് രണ്ട് വർഗത്തിൻ്റെ അടിപിടിയാക്കി വ്യാഖ്യാനിച്ചു. അതാണ് നമ്മുടെ ബുദ്ധി. ആ വേദത്തിലെ സത്യം കണ്ടാൽ, വേദത്തിലെ ത്രിവിക്രമൻ 3 ചുവട് വെച്ചവൻ എന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു അപാരമായ ശാസ്ത്രം നമുക്ക് പിടികിട്ടും. പ്രപഞ്ചമാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ട് കാലത്ത് വേദത്തിൽ കൂടെ പറയപ്പെട്ടതെല്ലാം വ്യക്തിജീവിതമോ സമൂഹ ജീവിതമോ വർഗജീവിതമോ അല്ല, മറിച്ച് വ്യക്തി, സമൂഹം, വർഗം, ജന്തുജാലം, സസ്യജാലം ഇവയിലെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രപഞ്ച ജീവിതമാണ്. ഒരൊറ്റ ദേശസങ്കല്പത്തിനപ്പുറം അത് പകർന്നു പോകുന്നത് പ്രപഞ്ചത്തിലേക്കാണ്. ഓരോ ജീവിതത്തിലും ഒരു പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനൊക്കെ. ഇന്നത്തെ പുതിയ സയൻസ് നമുക്ക് കാണിച്ചു തരും ഓരോ കോശത്തിനുള്ളിലും ഒരു ബ്രഹ്മാണ്ടമുണ്ട് എന്നുള്ള തത്വം. എല്ലാ ജന്തുകോശത്തിലും ബ്രഹ്മാണ്ടം തന്നെയുണ്ട്. അത് പണ്ട് യഥാ ബ്രഹ്മാണ്ടേ തഥാ പിണ്ടാണ്ടേ എന്ന് പറയപ്പെട്ടിരുന്നു. വേദത്തിലെ ഈ കഥാകഥന ശൈലി വളരെ പെട്ടെന്നാണ് പിന്നീട് ബ്രാഹ്മണങ്ങളിലേക്ക് വന്ന് കൊച്ചു കൊച്ചു കഥകളായി മാറിയത്. അവിടുന്നാണ് ക്രമേണ ആ കഥാശൈലി മാറി ഇതിഹാസങ്ങളിലേക്ക് വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വേദങ്ങളിൽ തന്നെ നാടകമുണ്ട്, വേദങ്ങളിൽ തന്നെ ചെറിയ കഥാനകങ്ങളുണ്ട്, വേദങ്ങളിൽ തന്നെ ഇതിഹാസമുണ്ട്. വേദത്തിലെ ഇതിഹാസം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ഇതിഹാസം എന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി പഠിച്ച് വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. വേദങ്ങളിൽ ഇതിഹാസം എന്ന് പറയുന്നത് ചെറുതാണ്, കൊച്ചു പ്രതീകാത്മക കഥയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. നിരുക്തത്തിൽ യാസ്കൻ പറയുന്നുണ്ട് തത്രൈതിഹാസം ആചക്ഷതയെ. ഇവിടെ ഒരു ഇതിഹാസമുണ്ട്. എന്താണ് ഇതിഹാസം എന്ന് പറയുന്നുണ്ട്. ആ ഇതിഹാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അനുജനും ഒരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ഒരു അനുജൻ രാജാവും ജ്യേഷ്ഠൻ രാജാവും. അത് പ്രദീപനും ശാന്തനുവും. നോക്കണം, വേദത്തിലാണ് മഹാഭാരതം ചെന്നെത്തുന്നത്. നോക്കണം, ശാന്തനുവും പ്രദീപനും രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. അപ്പോൾ ആ ശാന്തനു, അതെ, ഈ സഹോദരൻ ഒരുത്തൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ. മൂത്തവൻ പറഞ്ഞു ഞാൻ കാട്ടിൽ പോകുന്നു. അനുജന് രാജ്യം കൊടുത്തു. അനുജന് രാജ്യം കൊടുത്തപ്പോൾ 12 വർഷം ആ രാജ്യത്ത് മഴ പെയ്തില്ല. അപ്പോൾ ഇന്ദ്രൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു 12 വർഷം മഴ പെയ്യാത്തത് നീ അനിയൻ രാജ്യം എടുത്തത് കൊണ്ടാണ്. ചേട്ടന് കൊടുക്കേണ്ട രാജ്യം അനിയൻ എടുത്തത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കണം, ചേട്ടനും അനിയനും തമ്മിലുള്ള രാജ്യം പങ്കിടലിൻ്റെ കഥ വേദത്തിൽ തന്നെ ഉണ്ട്, നിരുക്തത്തിൽ വരുന്ന. നിരുക്തത്തിൽ യാസ്കൻ പറഞ്ഞിരിക്കുന്ന ഇതേ കഥ തന്നെയാണ് ആവർത്തിച്ച് മഹാഭാരതത്തിലെത്തുന്നത്. ഇതേ കഥ തന്നെയാണ് മറ്റൊരു വേഷത്തിൽ ചിലപ്പതികാരത്തിൽ ഇളങ്കോവടി ചെങ്കുട്ടുവൻ്റെ കഥയായിട്ട് വന്നു വീഴുന്നത്. ഇതേ കഥയുടെ മറ്റൊരു ഭാഗമാണ് മനുനീതി ചോഴൻ്റെ ഭാഗമായിട്ടും വരുന്നത്. ലോകം കഥകൾ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ കഥയ്ക്ക് ശാഖാചംക്രമണം കൂടും. ആ ശാഖാചംക്രമണത്തിലൂടെ അതത് ദേശങ്ങളുടെ ഒരുപാട് വ്യാഖ്യാനങ്ങളും കാഴ്ചകളും ആവശ്യങ്ങളും അതിനകത്ത് കയറും. അങ്ങനെ കയറുമ്പോൾ കഥയ്ക്ക് വ്യത്യാസം വരും. ആ വ്യത്യാസങ്ങൾ മുഴുവൻ നമ്മൾ പിൽക്കാലത്ത് കണ്ട് കുഴങ്ങിപ്പോകാനിടയുണ്ട്. വാൽമീകി രാമായണത്തിൻ്റെ ഔത്തരാഗ പാഠങ്ങളെക്കാൾ എത്രയോ വ്യത്യാസമുണ്ട് ദാക്ഷിണാത്യ പാഠങ്ങൾക്ക്. ദാക്ഷിണാത്യ പാഠങ്ങളിൽ കാണുന്ന പലതും ഔത്തരാഗ പാഠത്തിലില്ല. ഇത് രണ്ടിലും കാണുന്ന പലതും ജൈന പൗമചര്യത്തിലില്ല. ഇതിൽ തന്നെ ബൗദ്ധ കഥയിലും ദശരഥ വർണ്ണനയിലും ഇല്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതാദ്യം ഏതുണ്ടായി എന്ന് നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ ഈ കഥകളിൽ ആദ്യം ഏതുണ്ടായി, രണ്ടാമതേതുണ്ടായി എന്ന് പറയുന്ന ഒരു നിർണയത്തിന് മെനക്കെടാതെ കാലങ്ങളുടെ കൈകാര്യം ചെയ്യലാണ് എന്ന് കണ്ടിട്ട്
കാലത്തിനപ്പുറത്തുള്ള അജ്ഞാത കർത്തൃകത്വം അതിനുണ്ട് എന്ന് കണ്ടിട്ട് അതിനകത്തെ നിത്യമായ ജീവിത തത്വങ്ങളെ, സത്യങ്ങളെ സ്വീകരിക്കുക എന്നതാണ് ചെയ്യാവുന്നത് എന്ന് അഭിനവഗുപ്തൻ പോലുള്ള ധ്വന്യാലോകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനം. മഹാഭാരതത്തിനെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വേദങ്ങളിലെ കൊച്ചു കൊച്ചു ഇതിഹാസങ്ങൾ, ഏറ്റവും ചെറിയൊരു ഇതിഹാസമാണിത്. മറ്റൊരു ഇതിഹാസമാണ് പുരൂരവസിൻ്റെയും ഉർവശിയുടെയും. ഇങ്ങനെ ഒരുപാട് കൊച്ചു രൂപകങ്ങൾ, മെറ്റഫോറിക് പ്രസൻറ്റേഷൻസ് എന്ന് പറയാം. ഈ രൂപക കഥകളെയാണ് ഇതിഹാസം എന്ന് ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. അത്തരം ഒരുപാട് ഇതിഹാസങ്ങൾ കൂടിച്ചേർന്ന് തലമുറകൾ പറഞ്ഞു വന്ന കഥയുടെ ഒരു പുനരാവിഷ്കാരം, പുനരാഖ്യാനം ഒക്കെ ആയിരിക്കണം വേദവ്യാസനിലൂടെ വന്ന് പുഷ്പിച്ചത് മഹാഭാരതത്തിൽ, അല്ലെങ്കിൽ വാൽമീകിയിലൂടെ വന്ന് രാമായണത്തിൽ പുഷ്പിച്ചത് എന്ന് വേണം കരുതുക. കാരണമുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. എന്നെപ്പോലുള്ള ഒരു പടവായൻ പറഞ്ഞാൽ ഒതുക്കി പറയാൻ പറ്റുകയും ഇല്ല. വലിയ പ്രശ്നമാണ് ഈ സമയത്ത്. ഞാൻ തുറന്ന് കഴിയുന്ന ചുരുക്കാം. ഒരു സംഗതി എന്ന് വെച്ചാൽ, വാൽമീകി രാമായണം വാൽമീകിയാണ് എഴുതിയത് എന്ന് പ്രസിദ്ധം. വാൽമീകി അല്ല എഴുതിയത്, വേറെ പലരുമാണ് എന്ന് വേറെ പലരും. ബാലകാണ്ഡം പിന്നീട് എഴുതിയതാണ് എന്ന് ചിലർ. ഉത്തരകാണ്ഡവും പിന്നീട് എഴുതിയതാണ് എന്ന് ചിലർ. ഇത് വായിച്ചു നോക്കിയിട്ട് എനിക്കിതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം ഞാൻ പറയാം. പക്ഷേ ബാലകാണ്ഡത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നോക്കണം. ബാലകാണ്ഡത്തിൽ വാൽമീകി വാഗ്വിദാംബരനായ നാരദനോട് ചോദിക്കുന്നു, കൊന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശവീര്യവാൻ എന്ന്. ആരാണ് ഉത്തമ നരൻ? മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. മനുഷ്യജ്ഞാനമുള്ളവനായതുകൊണ്ട് അങ്ങേക്ക് നല്ല മനുഷ്യനെക്കുറിച്ച് അറിയാമല്ലോ, പറയണം എന്ന് പറയുന്നു. അപ്പോൾ വാൽമീകി നാരദൻ അത് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ദർശിച്ചിട്ട് പറയുന്നു, ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമ ജനൈശ്രുത എന്ന്. വാൽമീകി അത് കേട്ടിട്ട് അതും കൊണ്ട് മനസ്സിൽ പേറി നടന്നു പോയിട്ട് തമസാതീരത്ത് പോയിട്ട് ഭരദ്വാജനോടത്ത് നടക്കവേ കിളി വീഴുന്നത് കാണുന്നു, മാനുഷാദ ശ്ലോകം ചൊല്ലുന്നു, തിരിച്ച് ആശ്രമത്തിൽ വന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് വരുന്നു. ബ്രഹ്മാവ് വന്നിട്ട് ഈ ഇദ്ദേഹം ചിന്താമഗ്നായിരിക്കുന്നത് കണ്ടിട്ട്, അപ്പോൾ ബ്രഹ്മാവ് തന്നെ ഇദ്ദേഹത്തോട് നാ അത്ര കാര്യവിചാരണ, അത്ര കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. കാരണം മച്ഛന്താ ദേവതയെ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി. എൻ്റെ ഛന്തം കൊണ്ടാണ്, എൻ്റെ ഇച്ഛ കൊണ്ടാണ് നിനക്ക് ഈ സരസ്വതി വന്നുദിച്ചത്, മാനുഷാദ നിന്നിലുണ്ടായത് ബ്രഹ്മശക്തിയായ എൻ്റെ ഇച്ഛ കൊണ്ടാണ്. എന്നുവെച്ചാൽ അത് സർഗശക്തി വാൽമീകിയിൽ പ്രവർത്തിച്ചു എന്നർത്ഥം. ബ്രഹ്മാവ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്നു എന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നാരദൻ പറഞ്ഞ കഥ, നീ രാമൻ്റെ കഥ തന്നെ എഴുതുക എന്ന ബ്രഹ്മാവിൻ്റെ അനുജ്ഞയോടുകൂടി വീണ്ടും നിനക്കെല്ലാം മനസ്സിൽ തോന്നട്ടെ എന്ന ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിൽ തോന്നിച്ചിട്ട് പ്രത്യക്ഷമായി കണ്ടിട്ട് പ്രാചീനാഗ്രഹങ്ങളായ ദർഭമേലിരുന്നു കൊണ്ടെല്ലാം ദർശിച്ചിട്ട് വ്യാസൻ ചമച്ചു, അല്ല വാൽമീകി ഇത് ചമച്ചു. നോക്കണം, ഇതെല്ലാം മുമ്പ് ആരോ പറഞ്ഞു കൊടുത്ത, എത്രയോ കൽപ്പങ്ങൾക്ക് മുമ്പ് നടന്നുപോയൊരു കഥ വാൽമീകി കേട്ടറിഞ്ഞ് മനസ്സിൽ കണ്ടിട്ട് പകർത്തുകയാണ്. നോക്കണം അതിൻ്റെ ടൈമിൻ്റെ കാര്യം. നമുക്ക് ഇന്ന് വിചാരിക്കുന്ന സമയത്ത് അത് നിൽക്കുന്നില്ല. എന്നിട്ട് അതേ വാൽമീകി വീണ്ടും രാമൻ്റെ കാലത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ വിസ്മയിക്കും. ഇത് ഇങ്ങനെ ഉണ്ട്. ഒത്തിരി കഥകളിൽ ഈ വ്യത്യാസങ്ങളുണ്ട്, ചിന്തിക്കാനുണ്ട്. ഒരേ നാരദൻ തന്നെ എത്ര യുഗങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഒരേ ശുക്രൻ തന്നെ എത്ര യുഗങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഒരേ വിശ്വാമിത്രൻ തന്നെ എത്ര യുഗങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാലോചിക്കുമ്പോൾ ഈ വിശ്വാമിത്രൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ മനുഷ്യ ശരീരവാഹികൾ ആയിരുന്നിരിക്കില്ല എന്ന് വരെ നമുക്ക് തോന്നും. അതിരിക്കട്ടെ. അങ്ങനെ വാൽമീകി രാമായണം രചിക്കപ്പെട്ടു. രചിച്ചിട്ട് അദ്ദേഹം ആരെക്കൊണ്ടിത് ചൊല്ലിക്കേണ്ടു എന്ന് വ്യവധാനം പൂണ്ടിരിക്കവേ പാദത്തിൽ വന്ന് നമസ്കരിക്കുന്ന കുശീലവന്മാരെ കണ്ടു. അവർ
തൗതു ഗന്ധർവതത്വജ്ഞവും, ഗന്ധർവതത്വജ്ഞന്മാരായ, അതായത് സംഗീതതത്വം നന്നായി അറിയുന്നവരായ, വേദേഷു പരിനിഷ്ഠിതവും, വേദങ്ങളിൽ പരിനിഷ്ഠിതന്മാരായ അവരെയാണ് ഇതിന് പറ്റിയത് എന്ന് കണ്ടിട്ട് അവരെ പഠിപ്പിക്കുന്നു. പാഠ്യേ ഗേ ചമധുരം പ്രമാണൈ സ്ത്രിഭിരന്യുതം ജാതിഭിർ സപ്തഭിര്യുക്തം കാവ്യമേതത് അഗായത. വാൽമീകി പറയുന്നതാണ്, 7 ജാതികളുള്ള 7 ജാതികൾ ചേർന്ന 3 പ്രമാണങ്ങൾ ചേർന്ന സംഗീത പദ്ധതിയോടുകൂടി പാഠ്യത്തിലും ഗേയത്തിലും മധുരമായ ഈ രാമായണമാണ് കുശലും ലവനും കൂടെ 31 ദിവസം കൊണ്ട് പാടിപ്പാടി അയോധ്യയിൽ ചെന്ന് രാമസന്നിധിയിൽ ചെന്ന് മാർഗീ സംഗീതത്തിലും ദേശീയ സംഗീതത്തിലും രണ്ടിലും പാടി. എന്തൊരു വെളിപ്പെടുത്തലാണത് നോക്കുക. ദേശീയ സംഗീതത്തിലും പാടി രാമായണം, മാർഗീ സംഗീതത്തിലും പാടി. മാർഗി എന്ന് പറയുന്നത് ശരിക്കും ശാസ്ത്രീയ സംഗീത പദ്ധതിയാണ്, ദേശി നാടോടി സംഗീത പദ്ധതിയാണ്. ആലോചിക്കണം, ഈ 2 വാക്കിലൊതുക്കി ആധുനിക ശാസ്ത്രീയ വിദ്വാൻമാരുടെ സംഗീതത്തെയും പാവപ്പെട്ട നാട്ടുജീവികളുടെ സംഗീതത്തെയും നാട്ടുഭാഷയിലും നാട്ടുരാഗത്തിലും അതുപോലെ ആധുനിക രാഗത്തിലും ശാസ്ത്രീയ രാഗത്തിലും ഒരുപോലെ പാടാൻ കഴിവുള്ള കുശീലവന്മാർ പാടി 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 ആ പാവം രാമായണം, വാൽമീകി എന്ന് പറഞ്ഞ ഒരു ഉഷാന്താടിക്കാരൻ്റെ രാമായണം വന്ന് 21 നൂറ്റാണ്ടിലും വന്ന് നിൽക്കുന്നു. ആലോചിക്കണം, കുശലവന്മാരിൽ തുടങ്ങിയതാണ് ആ പാട്ട്. വചനമാണ്, എഴുത്തല്ല, വചനമാണ്, പറച്ചിലാണ് നിലനിൽക്കുന്നത്. ആ പറച്ചിലിൽ ഒരാളിൻ്റെ പറച്ചിലിൽ ഒരുപാട് കാതുകൾ കേൾക്കുമ്പോൾ ഒരുപാടായി തോന്നും. അതൊരു തോന്നലാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരാൾ മൗനമായി വായിക്കുമ്പോൾ അവൻ്റെ മാത്രം മനസ്സിലേക്ക് ഒതുങ്ങുന്നു എല്ലാം. അതിന് വേറെ വിലകളുണ്ട്, ശരിയാണ്. പക്ഷേ ഒരാൾ പരസ്യമായി പറയുമ്പോൾ എല്ലാ കാതുകളും അത് കേൾക്കുന്നു, എല്ലാ കാതുകളും ആ ടോണുകളിൽ മുങ്ങുന്നു. അതിൽ കൂടെ അവർക്കെല്ലാവർക്കും ഒരേ മാനസാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുന്നു. ഒരു സമൂഹ മനസ്സിനെ സൃഷ്ടിക്കാൻ കഴിയും. ശരിക്കും ഒരു കളക്റ്റീവ് മൈൻഡ് ഉണ്ടാക്കുക എന്നത് ഒരുമിച്ച് കേൾക്കുക, സമഷ്ടിയുടെ ബോധത്തെ ഉണർത്തുക, ഒരു കളക്റ്റീവ് മൈൻഡിനെ ഉണ്ടാക്കുക. എല്ലാവരും ഒരുപോലെ കഥ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത്തിരിശ എന്തെങ്കിലും കിട്ടും. ഒരേ മഴ എല്ലാവരും നനയുന്നു, ഒരേ വെയിൽ എല്ലാവരും സ്വീകരിക്കുന്നു. അതുപോലെ ഒരേ വചനം എല്ലാ കാതുകളിലും എത്തുന്നു. അതാണ് വായനയുടെ സമഷ്ടി പ്രയോജനം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമഷ്ടി പ്രയോജനം കഥ പറച്ചിൽ കൊണ്ടാണ് ഉണ്ടായത്. ആ പറച്ചിലിൻ്റെ വളർച്ച ശ്രദ്ധിക്കാവുന്നതാണ്. പറച്ചിലിന് വളർച്ചയുണ്ട്. നമുക്ക് രാമായണം ശാരികപ്പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊൽകുന്നീ എന്നിങ്ങനെയോ, ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ എന്ന് എഴുത്തച്ഛൻ പറയുന്ന രീതിയിൽ ഒരു ശാരിക നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ പോലും ഈ കിളിപ്പാട്ട് എല്ലാവർക്കുമായിട്ട് പടർന്നു ചെല്ലുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പറച്ചിൽ, കഥ പറച്ചിൽ ശാരികയെ സ്വീകരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി പാടാൻ എന്ന സങ്കല്പത്തിൽ കൂടാതെ വാഗ്ദേവതയെ ആരാധിച്ചുകൊണ്ടുള്ള തുടക്കമാണെന്നും കൂടെ സങ്കല്പമുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നല്ല, പടിഞ്ഞാറ് ഗ്രീസിലും റോമിലും ഒക്കെയും വാഗ്ദേവതയെ വന്ദിച്ചുകൊണ്ടാണ് വലിയ കാവ്യങ്ങൾ തുടങ്ങിയിരുന്നത്. ഇലിയഡും ഗോഡസ് എന്ന് പറഞ്ഞ ടെൽ ദ സ്റ്റോറി ഓഫ് ദി റാത്ത് ഓഫ് അഖിലസ് എന്നാണ്. അഖിലസിൻ്റെ ക്രോധത്തിൻ്റെ കഥ പറഞ്ഞാലും എന്ന് വാഗ്ദേവതയെ വന്ദിക്കുകയാണ് ഈ ഇലിയഡിൽ ഹോമർ ചെയ്യുന്നത്. അതുപോലെ ഓവിഡ് മെറ്റമോർഫോസിസ്, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്ന മെറ്റമോർഫോസിസ് തുടങ്ങുന്നത് തന്നെ ഗിവ് മീ ദ വോയിസ് ടു ടെൽ ദ ഷിഫ്റ്റിംഗ് സ്റ്റോറി ഓഫ് ദ വേൾഡ് എന്നാണ്. ഗിവ് മീ ദ വോയിസ് ടു ടെൽ ദ ഷിഫ്റ്റിംഗ് സ്റ്റോറി ഓഫ് ദി വേൾഡ്. ഇത് നോക്കൂ, വാഗ്ദേവത എന്ന് പറയുന്ന സമഷ്ടിയുടെ ഒരു വചനസ്വരൂപമായ ദേവതയെ
ഞാൻ അങ്ങനെയാണ് കടന്നുനിൽക്കുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആകുന്ന ദേവതയെ വന്ദിക്കാതെ പൂർവന്മാർ പലരും ഇത് തുടങ്ങിയിട്ടില്ല. എവിടെയായാലും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കഥ പറയാൻ ആരോ ഉണ്ടായിരുന്നു. ആ പറഞ്ഞതെങ്ങനെ, കഥ പറച്ചിലെങ്ങനെ വന്നു? നമുക്കറിയാം, നാടോടി കഥകളിൽ, നാടോടി നാടകങ്ങളിൽ, നാടോടി പാട്ടുകളിൽ, കുറത്തിപ്പാട്ടുകളിൽ, അത് യക്ഷിപ്പാട്ടുകളിൽ, ഭദ്രകാളിപ്പാട്ടുകളിലെല്ലാം പാഠകന്മാരുണ്ടായിരുന്നു, പാടുന്നവരുണ്ടായിരുന്നു, ഗാഥകന്മാരും ഉണ്ടായിരുന്നു. പഴയകാലത്ത് പാഠകനുണ്ട്, ഗാഥകനുണ്ട്. കാവ്യം തെറ്റാതെ പാടാനും പാഠം തെറ്റാതെ ഉച്ചരിക്കാനും അതിന് സ്വരം ചേരുമ്പടി സാഹിത്യം തെറ്റാതെ പാടാനും ഗാഥകനും പാഠകനും 2 വർഗം പണ്ടുണ്ടായിരുന്നു, മാഗധന്മാരായിട്ടുണ്ടായിരുന്നു. കൂടാതെ സൗദികൾ, സൂതന്മാർ, ഇവിടെ പറയപ്പെട്ടു, നേരത്തെ പറഞ്ഞു, സൂതന്മാരുണ്ടായിരുന്നു. ആ സൂതന്മാരുടെ പ്രത്യേകത നോക്കുക. ഉഗ്രശ്രവസ് ഒരു സൂതൻ്റെ പേരാണ്. ഉഗ്രമായ ശ്രവണം നൽകുന്നവൻ, ഏറ്റവും ഫലവത്തായി കേൾവി കൊടുക്കുന്നവനാണ് ഉഗ്രശ്രവസ്. ആ സൂതൻ്റെ പേരിങ്ങനെയൊക്കെയാണ്. അപ്പം നോക്കണം, ശൗനകൻ നടത്തിയിരുന്ന 12 കൊണ്ട് അവസാനിക്കുന്ന സത്രത്തിൽ ഋഷിമാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൂതൻ അവിടെ എത്തുന്നത്. എന്നിട്ട് സൂതനോട് കഥ ചോദിച്ചു തുടങ്ങുന്നു. സൂതൻ പറഞ്ഞു തുടങ്ങുന്നു. സൂതൻ പറയുന്നതോ, സൂതൻ പറയുന്ന രീതി, വേദവ്യാസൻ മക്കളെ പഠിപ്പിച്ചു. മക്കളെ പഠിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സുമന്തു, ജൈമിനി ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവരിൽ നിന്ന് പകർന്നു വന്നു. അങ്ങനെ വൈശമ്പായനനെ പഠിപ്പിച്ചു. വൈശമ്പായനൻ അത് ജനമേജയനോട് പറഞ്ഞു. അപ്പോൾ നോക്കണം, വളരെ പണ്ട് നടന്ന കഥ. പിന്നീട് ഒരു ഗുരു അത് എഴുതി പകർത്തി, പിന്നെ അത് താഴോട്ടുള്ളവരെ കേൾപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്ത തലമുറ കേട്ടു, അത് കഴിഞ്ഞ് അടുത്ത തലമുറ കേട്ടു. വൈശമ്പായനൻ ജനമേജയനോട് പറയുന്ന തലമുറ എത്തുമ്പോഴേക്കും കുരുക്ഷേത്ര കഥയൊക്കെ നടന്നിട്ട് എത്രയോ ആയിരങ്ങൾ വർഷങ്ങൾ, തലമുറകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇത് ഈ പറയുന്ന കൃത്യമായൊരു ചരിത്ര കാലഘട്ടത്തെ അല്ല, അയ്യപ്പ പണിക്കർ സാറ് പറയുന്ന രീതി അനുസരിച്ച് സ്പേഷ്യലൈസേഷൻ എന്ന് പറയും. സ്പേസ് വർദ്ധിപ്പിക്കുന്നു. കഥ പറഞ്ഞ് ഇതിൻ്റെ സ്പേസ് എവിടുമാവാം എന്ന് പറയുന്നു. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ടൈം, അയ്യപ്പ പണിക്കർ സാറ് നെററ്റോളജിയുടെ കാര്യത്തിൽ പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടൈം. ഇപ്പോൾ ഈ കാലം എവിടെയും വലിച്ചു നീട്ടാം. ഈ മഹാഭാരതത്തിലെ കാലം എന്ന് പറയുന്നതിന് എത്രയോ നീളമുണ്ട്. ഗംഗാദത്തൻ എന്ന് പറയുന്ന ഭീഷ്മരുണ്ടാകുന്നത് പ്രദീപന് മകനായിട്ടാണ്. ഭീഷ്മരുണ്ടാകുന്നത് പ്രദീപന്, ശാന്തനുവിന് മകനായിട്ടാണ്. ശാന്തനു ഉണ്ടാകുന്നത് പ്രദീപന് മകനായിട്ടാണ്. ആ പ്രദീപൻ്റെ മകനാണ് ശാന്തനു. ശാന്തനുവിന് ദ്യോവ് ആണ് പുത്രനായിട്ട്, ഭീഷ്മരായിട്ട് പിറക്കുന്നത്. ആ ദ്യോവ് പിറക്കുന്നത് ഗംഗയിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഗംഗ എന്ന് പറയുന്ന നദി എന്ന് പറയുന്നത് പെണ്ണായി വരികയും ആ പെണ്ണിൽ ഒരു രാജാവിന് മകൻ ഉണ്ടാവുകയും നമുക്ക് സങ്കല്പിക്കാനൊക്കെ എളുപ്പമല്ല. പക്ഷേ ഇതേ തരത്തിലുള്ള ഒരുപാട് കഥകൾ പിൽക്കാലത്തുണ്ടായി. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ ഇത് ഫാൻറ്റസൈസേഷൻ എന്നാണ് പണിക്കർ സാറ് പറയുന്നത്. ഭ്രമകൽപ്പന കൊണ്ട് ഒന്നിനെ പലതാക്കിയും വലുതാക്കിയും നടക്കാത്തതാക്കി കൽപ്പിക്കുകയും അതിലൂടെ വേറെ ഒരു ശരിയായ കാവ്യസത്യം, പ്രപഞ്ചസത്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുക, അതേ ഉള്ളൂ. ഇപ്പം ഈ മഹാഭാരതത്തിൽ കാണുന്ന ഈ വിസ്മയകരങ്ങളായ ജനനങ്ങൾ മുഴുവൻ മറ്റേതോ കഥകളാണ്. കർണൻ എന്നൊരാൾ പൃഥയ്ക്ക് ജനിച്ചു. പൃഥ കുന്തിക്ക് കാനീനനായി ജനിച്ചു, കന്യാപുത്രനായി ജനിച്ചു എന്ന് പറയുന്നു. കവചകുണ്ടലാദികളോടുകൂടി ജനിച്ചു. കവചവും കുണ്ടലവും ഇട്ട് ജനിച്ചവൻ, അങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് കവചവും കുണ്ടലുമായിട്ടൊക്കെ ഇറങ്ങി വരുന്ന ഈ സ്ത്രീക്ക് പ്രസവവേദന ഭയങ്കരമായിരിക്കുമല്ലോ എന്ന് നമുക്ക് തോന്നും. എന്തായാലും തേജസ്വിയായി അയാൾ ജനിച്ചു. അയാൾ സൂര്യൻ്റെ പുത്രനായിരുന്നു. സൂര്യൻ എന്ന് പറയുന്നയാൾ പൃഥ എന്ന് പറയുന്ന ഭൂമിയിൽ ജനിപ്പിച്ച പുത്രനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പൃഥ പൃഥ്വിയാണ്, ഭൂമിയിൽ ജനിപ്പിച്ചവനാണ്, സൂര്യൻ്റെ പുത്രൻ. ഞാൻ വിസ്മയിച്ചു പോയിട്ടുണ്ട് ഇതിൽ. എനിക്ക് ശീലങ്ങളൊന്നും ഇല്ലെങ്കിലും വായിച്ച തേടി ചെല്ലുമ്പോൾ നമ്പൂതിരിയുടെ വേളിശേഷത്തിൽ ഒരു വരൻ പറയുന്ന ഒരു മന്ത്രമുണ്ട്. ദ്യൗ അഹം
പൃഥിവീ ത്വം. ഞാൻ ദ്യോവാകുന്നു, നീ പത്നിയായ നീ എൻ്റെ ഭൂമിയാകുന്നു. ദ്യോവ് എന്ന് പറയുന്ന ഭർത്താവിൽ ഭൂമി എന്ന് പറയുന്ന പത്നിക്ക് ജനിക്കുന്നതെല്ലാം പ്രപഞ്ച സന്താനങ്ങളാണ്. അത് ധാർമ്മികമാണ്. കല്യാണം എന്തിനാണ് എന്നതിൻ്റെ അർത്ഥം സുപ്രജായ എന്ന് പറയുമല്ലോ, നല്ല പ്രജയ്ക്ക് വേണ്ടി. ആ സങ്കല്പത്തെ സഫലമാക്കാനാണ് ദ്യോവിനെ ഭർത്താവായിട്ടും ഭൂമിയെ ഭാര്യയായിട്ടും കൽപ്പിക്കുന്നത്. ഇതാണ് പ്രാചീനമായ കൽപ്പന. ആ രീതിക്ക് പുത്രന്മാർ മക്കൾ ജനിക്കുന്നു എന്നാണ്. ഈ ഇങ്ങനെ സങ്കല്പിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിക്കുന്ന ഒരു ശീലം പണ്ട് ഉണ്ടായിരുന്നു. കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിക്ക് സൂര്യനിൽ നിന്ന് മക്കളുണ്ടാകുമോ എന്നത് യുക്തി വെച്ച് ആലോചിച്ചാൽ സൂര്യനിൽ നിന്ന് ഉള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ ജീവൻ മുഴുവൻ ഉള്ളത്. ജീവകാരകനാണ്, ആത്മകാരകനാണ് സൂര്യൻ എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് കുന്തിയുടെ കഥയും. ആ കുന്തിയുടെ കഥ അതും ശ്രദ്ധിക്കാനുണ്ട്. അതേ കുന്തിയുടെ കഥ ആറ്റിലൊഴുക്കി പിന്നീട് വന്നു കവചകുണ്ടലാദികളോടുകൂടി. കവചവും കുണ്ടലവും കിട്ടിയ ഭൂമിപുത്രൻ ആര് എന്ന് ചോദിച്ചാൽ ജ്യോതിഷം അറിയുന്നവർ പറയും അത് ശനിയാകുന്നു. ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് കവചമിട്ട കുണ്ടലമിട്ട ഗ്രഹം. സൂര്യപുത്രൻ എന്നാണ് പറയുന്നത്. സൂര്യൻ്റെ പുത്രനാണ് ശനി ജ്യോതിശാസ്ത്രത്തിൽ. വൈദിക ജ്യോതിഷത്തിൽ, വേദാംഗ ജ്യോതിഷത്തിൽ കൃത്യം സൂര്യൻ്റെ പുത്രനാണ് ശനി. അവനെപ്പോലെ സുന്ദരൻ വേറെ ആരുമില്ല. പക്ഷേ അവനെപ്പോലെ മന്ദനും അധമബോധമുള്ളവനും വേറെ ഇല്ല. അതേ സ്വഭാവമാണ് മഹാഭാരതത്തിൽ കർണനെ വെച്ചിരിക്കുന്നത്. ഇത് നോക്കണം. ഇതിനെ ഫാൻറ്റസൈസേഷൻ എന്നാണ് അയ്യോപ്പണിക്കർ സാർ വിളിക്കുന്നത്. എന്താണ്? ഒരു വസ്തുത എടുത്തിട്ട് പെരുപ്പിച്ച് വലുതാക്കി വിശ്വസനീയമല്ലാത്ത രീതിയിലാക്കുകയും നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുകയും അവസാനം അതിൻ്റെ തത്വം എന്താണെന്ന് കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയും നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുക. ഇതാണ് ഇതിഹാസങ്ങളുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ ഇതിഹാസങ്ങളിൽ തന്നെ ജന്തുക്കളെ കൊണ്ട് വർത്തമാനം പറയിച്ചു. ആ ജന്തുക്കൾ തന്നെ ജന്തുക്കളുടെ സ്വഭാവവും മനുഷ്യൻ്റെ സ്വഭാവവും തമ്മിലുള്ള ബന്ധമാണ്. നഹുഷനും പെരുമ്പാമ്പും തമ്മിലുള്ള വർത്തമാനം നോക്കാം. അതൊക്കെ അങ്ങനെയാണ്. ആ രീതിയിൽ ഒരുപാട് ഭൂതജാതങ്ങളെ മുഴുവൻ കഥാപാത്രങ്ങളാക്കി വെച്ച് കഥകളുണ്ടാക്കി അതിനെ ധാർമ്മികമായ ഉദ്ബോധനത്തിനും ശരിക്കും കാർമ്മികമായ നവീകരണത്തിനും മനുഷ്യൻ്റെ പ്രപഞ്ചബോധത്തിനും ആസ്തിക്യബോധത്തിനും ഒരുമയുടെ ബോധത്തിനും എല്ലാം കൂടെ സഹായിക്കുക, സത്യബോധത്തിന് സഹായിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൈഡാക്റ്റിക് എന്ന് പറയാവുന്ന ഒരു ശൈലിയാണ്. പണ്ടേ ഇതിനായിരുന്നു സാഹിത്യം. അല്ലാതെ പെട്ടെന്ന് ഒരു പാർട്ടി നടത്തി ഉല്ലസിച്ച് ഡാൻസ് ആടി പോകാനല്ല. പാരായണം ചെയ്യുകയും അനുശീലനം ചെയ്യുകയും ചെയ്ത് ജീവിതത്തിൽ ഔഷധമായി അതിനെ ഉപയോഗിക്കണം. സാഹിത്യം എന്ന് പറയുന്നത് രസായനം ആയിരിക്കണം, രസൌഷധമായിരിക്കണം. രസിപ്പിച്ച് നമ്മളെ പുഷ്ടീകരിക്കണം, മനസ്സിനെ, ആത്മാവിനെ പുഷ്ടീകരിക്കണം. അതിലേക്ക് തന്നെയാണ് പഴയ ഈ സാഹിത്യങ്ങളുണ്ടായത്. ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ നിന്ന് പിന്നീട് ഈ കഥകളിൽ പലതും പിന്നീട് കുറച്ചുകൂടെ ജനകീയമായിട്ടിറങ്ങി. നമുക്ക് സാരോപദേശം വേണം, ഹിതോപദേശം വേണം, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ വേണം, വിസ്മയ കഥകൾ വേണം. നമുക്ക് പഞ്ചതന്ത്ര കഥകളുണ്ടായി. പഞ്ചതന്ത്ര കഥകളുടെ രീതികൾ വേറെയാണ്. മഹാഭാരതത്തിൻ്റെ രീതി നോക്കിയാൽ കഥ, ഉപകഥ, അതിന് പിന്നെ ഉപകഥ, അങ്ങനെ ശാഖാചംക്രമണം വളരെ കൂടുതലുള്ള ഒരു സീരിയലൈസേഷൻ എന്ന് പറയും. ഒരുപാട് സീരിയൽ പോലെ പോകുന്നതാണ് രാമായണം. അതുകൊണ്ട് മുഴുവൻ എല്ലാവരും വായിക്കാറില്ല. അത്തരം സീരിയലുകളെ പോകുന്ന കഥകൾക്ക് നമുക്ക് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ഒരു സീരിയൽ പോലെ പോകുമ്പോൾ ഒരേ സമയത്ത് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, ഒരേ കഥയുടെ ത്രെഡിൽ പോകുന്ന പോക്കിൽ തന്നെ ഒരുപാട് കാലങ്ങളെ ഒരുമിച്ച് പിടിക്കുക. ഒരുപാട് ഉപകഥകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ കൊണ്ടുവരുന്നു. അത്രയും കാലങ്ങളെ ഒരുമിച്ച് പിടിക്കുക. അതായത് പൂർവ്വകാലങ്ങളെ മുഴുവൻ നമ്മുടെ കൂടെ കൊണ്ടുവരികയും സമകാലത്തിൽ കെട്ടുകയും ഭാവി കാലത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ കഥ പറച്ചിൽ ത്രൈകാലികമാകും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി അതാണ്. ത്രൈകാലികവും സാർവകാലികവും സാർവദേശീയവും ആയിത്തീരും.
ഈ 3 കാലങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ കഥ വായിക്കുന്ന എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്മൃതി പരമ്പര എങ്ങനെ ഇരിക്കും? എൻ്റെ ഓർമ്മയാണ് എൻ്റെ ബലം എന്ന് മനസ്സിലാവും. ഒരു ഇതിഹാസം വായിക്കുന്ന ഒരുത്തനുണ്ടാകുന്ന സ്മൃതിബലം ഒരുപാടായിരിക്കും. ആ ഇതിഹാസത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഓരോന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ പിന്തിരിപ്പിപ്പൂ ദുഷ്കൃതത്തിൽ നിന്ന് തന്നെ എന്ന് വള്ളത്തോൾ പറഞ്ഞത്. പലതും ചൂണ്ടിക്കാണിച്ച് പുരാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുരാണങ്ങൾ ഇത്രയധികം സങ്കീർണങ്ങളാണ്. ഈ സങ്കീർണങ്ങളായ പുരാണങ്ങൾ മുഴുവനും നമ്മളെ പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തി വരുമ്പോൾ അത് വേണമോ വേണ്ടയോ, ചെയ്യാമോ ചെയ്തുകൂടെയോ എന്ന് നിശ്ചയിക്കാനും കൂടിയാണ്. വേറെ ഒരുപാട് അംശങ്ങളുണ്ട്. അപ്പം ഈ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തന്നെ നോക്കൂ. ധർമാർത്ഥകാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്ന് ലക്ഷണമുണ്ട്. അതിന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയുടെ ഉപദേശമാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഈ ബെസ്റ്റ് സെല്ലർ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ വിൽപ്പനയ്ക്കുള്ളതല്ല അത്. ഇന്നത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സെല്ലറാവുക, ബ്ലോക്ക് ബസ്റ്ററായിട്ട് വിൽക്കുക, പെട്ടെന്ന് ഇപ്പോഴത്തെ പുതിയ തരം നോവലുകളൊക്കെ അതാണ്, ത്രില്ലർമാർ എഴുതുക. അത്തരം എഴുത്തല്ലാതെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെ ഉപദേശിക്കാനാണ്. ആ ഉപദേശത്തിനാണ് ഇതിഹാസം എഴുതിയത്. പിന്നീട് വന്നതാണ് പുരാണങ്ങൾ. പുരാണങ്ങളിൽ പഞ്ചലക്ഷണമാണ്. പുരാണങ്ങൾക്ക് 5 ലക്ഷണം പറഞ്ഞു. ഈശിത്വം, പശുത്വം തുടങ്ങി ദേവൻ്റെ വൃത്താന്തങ്ങൾ വർണ്ണിക്കുകയും അധ്യാത്മ ചിന്തകളിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യാൻ പുരാണങ്ങളുണ്ടായി. ആ പുരാണങ്ങളിൽ തന്നെ ഒരുപാട് തരം ആഖ്യാന സമ്പ്രദായങ്ങൾ വന്നു. ആ ആഖ്യാന സമ്പ്രദായങ്ങളിൽ ചിലത് ഈശ്വരൻ നേരിട്ട് പറയുന്നതാണ്, ചിലത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്, മറ്റു ചിലത് ഒരു മുനി ഈശ്വരനോട് ചോദിക്കുകയും ഈശ്വരൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ചിലത് ഭാര്യ ഭർത്താവിന് പറയുന്ന മട്ടിൽ ഉമാമഹേശ്വര സംവാദമാണ്. ഉമ തന്നെ മഹേശ്വരനോട് ചോദിക്കുന്നു, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി എന്ന് പറഞ്ഞ് അധ്യാത്മരാമായണത്തിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബ്രഹ്മാവ് കാകഭുഷുണ്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ശിവൻ കാകഭുഷുണ്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു രാമചരിതമാനസം. എന്തിനാണിത്? അത് അജ്ഞാത കർത്തൃത്വം സൂചിപ്പിക്കാനാണ്. പണ്ടത്തെ രീതി നോക്കണം. ഇന്ന് മധുസൂദനൻ നായർ ഒരു കവിത എഴുതിയാൽ പേര് 50 സ്ഥലത്ത് അച്ചടിക്കും, കവിത ഒരു സ്ഥലത്ത് അച്ചടിച്ചാലും. കാരണം പേര് മുമ്പേ വരണം. എൻ്റെ പേരാണ് പ്രധാനം. അത് പേര് പലയിടത്തും നേരത്തെ എഴുതാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ അത് യൂട്യൂബിൽ കൂടെ മറ്റേതിൽ കൂടെ മറിച്ചതിൽ കൂടെ എന്തൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ഫേസ്ബുക്കിൽ കൂടെയൊക്കെ കവർ പ്രകാശനം, ഇത് എഴുതാനുള്ളതിൻ്റെ സ്വപ്നപ്രകാശനം, എഴുതാൻ സങ്കല്പിച്ചു എന്നതിൻ്റെ പ്രകാശനം തുടങ്ങിയെല്ലാം ഉണ്ട്. പണ്ട് ഈ എഴുതുന്നവന്മാരൊന്നും പേര് വയ്ക്കാറില്ലായിരുന്നു. ആരുമൊക്കെ എവിടെയൊക്കെ വേദവ്യാസം വാൽമീകി എന്നൊക്കെ പേര് കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പൂന്താനം എന്ന് പറയുന്ന ഒരു മഹാത്മാവിന് പോലും ഒരു പേരില്ല. ആലോചിച്ച് നോക്കണം. ഇത്തിരി മനുഷ്യരാണ്. ഞാൻ എന്നെ പലപ്പോഴും ചെറുതാക്കി കാണാറുണ്ട്. ഞാൻ അത്ര അല്പനാണ്. സ്വന്തം കവി ലോകത്തിൻ്റെ ഉപനിഷത്ത് പോലൊരു കൃതി എഴുതി തന്നിട്ട് സ്വന്തം പേര് പോലും പറഞ്ഞു പോയ ആ മനുഷ്യനാണ് നമ്മുടെ ആദർശ പുരുഷൻ. സത്യമായിട്ടും അത് പഴയ എഴുത്തിലും ആരാണ് ഈ കവിത ഉണ്ടാക്കിയത് പറയുന്നില്ല. ഇന്ന് ആരെങ്കിലും ഒരു കഥ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു സംവിധായകന് സത്യനന്ദിക്കാട് വരും തോന്നുന്നു. സത്യമുള്ളവനാണ്, അത് വേറെ സംശയമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു സഹോദരനാണ്. അത്തരം ആളുകൾ വേണം നമുക്ക്. അത്തരം ആളുകളാണ് വേണ്ടത്. പക്ഷേ ഒരു കഥ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഒരു സിനിമാക്കാരൻ്റെ കൊണ്ട് കൊടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അവൻ്റെ പേരിൽ അവൻ ഈ കഥ തട്ടിയെടുത്ത് വേറെ കാച്ചും. അതാണ് കാര്യം. എഴുതിയവൻ്റെ കാര്യം പോക്കാം. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം, പലരെയും അറിയാം. അപ്പോൾ ഇതൊന്നുമല്ല. ഒരു പൂന്താനം എഴുതി, ഞാനാണ് പൂന്താനം എന്ന്, അങ്ങനെ എൻ്റെ ഇല്ലപ്പേരിതാണ്, എൻ്റെ ഒറിജിനൽ പേരിതാണ്, അപ്പൻ്റെ പേരിതാണ്, ഒന്നും റോയൽറ്റിയും ഇല്ല. ആലോചിച്ച് നോക്കണം. വേദവ്യാസനും അതുപോലെ തന്നെ. വ്യാസൻ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഒരു വ്യാസനല്ല, പല വ്യാസനാണ് എഴുതിയത്.
എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒരു പതഞ്ജലിയില്ല, പല പതഞ്ജലി ഉണ്ടെന്ന് സായിപ്പന്മാർ പറഞ്ഞപ്പോൾ നമുക്ക് സംശയം തോന്നി. ശരിക്കും ഇതെല്ലാം സായിപ്പ് പറഞ്ഞതാ. ഒരു പതഞ്ജലിയല്ല, പല പതഞ്ജലിയാണോ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സായിപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അത് ശരിയായിരിക്കും. കാരണം സായിപ്പാണ് പണ്ട് സായിപ്പ് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ പതഞ്ജലിയുടെ ജാതകം ഉണ്ടാക്കിയത് സായിപ്പാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം. ഏറ്റവും കൂടുതൽ നമ്മുടെ ആധമർണ്യം കിടക്കുന്നത് ബൗദ്ധികതയാണ്, അക്ഷരബോധത്തിലാണ്. ഇത് നമ്മുടെയാണോ എന്നറിയാനുള്ള തിരിച്ചറിവ് പോലും നമുക്കുണ്ടായില്ല. ലോകത്താദ്യമായി ഏറ്റവും വലിയ കഥാസമ്പ്രദായമുണ്ടായ നാട്, ഏറ്റവും വലിയ കഥാപ്രചാരണമുണ്ടായ നാട്, കഥകൾക്ക് ഒരുപാട് സിമിയോട്ടിക് പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്നത് പലതും ഉണ്ടായ നാട്, പിൽക്കാലത്ത് അവരനുസരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പഞ്ചതന്ത്രം കഥ ഇവിടെ എഴുതി, ജന്തുക്കളുടെ മനസ്സുകൊണ്ട് രാഷ്ട്രതന്ത്രം, സ്വഭാവം തുടങ്ങിയിട്ടുള്ളതെല്ലാം, രാഷ്ട്രതന്ത്രം, സാമൂഹ്യ ജീവിതം, സ്വഭാവം, മനുഷ്യരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം വിവരിക്കുന്ന പഞ്ചതന്ത്രത്തിലെ കഥ 5 തന്ത്രങ്ങൾ ഇത്ര ബുദ്ധിപൂർവമാണ് ചെയ്തിരിക്കുന്നത്. ആ കഥ ഇവിടുന്ന് കലില ദമന എന്ന പേരിൽ പടിഞ്ഞാറോട്ട് പോയി, പിന്നീട് അവിടുന്ന് മാറി ഏറ്റവും കൂടുതൽ പിന്നീട് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോയി ഈസോപ്പ് കഥയായി. അത് പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഇതാണ് നമ്മുടെ കഥാകഥന പാരമ്പര്യത്തെ പറ്റിയിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ പറഞ്ഞ് ഒരിടത്തും എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. ദയവേത് ക്ഷമിക്കണം. ഞാനിവിടെ എല്ലാവരും ഇത്തിരിച്ച് ഒളിഞ്ഞ് നോക്കുന്നുണ്ട്. ക്ഷമയ്ക്കുമൊരതിരുണ്ടേ, നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്കൊരു രോഗം തന്നെയുണ്ട്. ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ജീവിതത്തിൽ ആദ്യകാലത്ത് വാച്ച് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ വാച്ച് കെട്ടാറില്ല. സമയം പാലിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇത് കെട്ടാത്തത്. സംസാരിച്ച് നിൽക്കുമ്പോൾ സമയം എത്ര പോയി എന്ന് ഞാൻ ചിന്തിക്കില്ല. അതെൻ്റെ ഒരു ശരിയായ രോഗമാണ്. ആരെങ്കിലും ഒരാൾ എന്നെ അവിടെ ശാസിക്കാൻ വേണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇത് അറിയാതെ 3 മണിക്കൂർ തുടരെ ക്ലാസ് എടുത്തു പോകുന്ന ഒരു ജന്മമായിരുന്നു എൻ്റേത്. കുട്ടികൾ സഹിക്കും, എന്ന് വെച്ച് എല്ലാവരും സഹിക്കില്ല. പക്ഷേ ഇവിടെ ഔചിത്യം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ഔചിത്യം. അതുകൊണ്ട് ഞാൻ ഈ വിഷയം അധികം നീട്ടുന്നില്ല. എന്തായാലും ആഖ്യാനകല ബഹുവിധമായിട്ട്, തുള്ളലായിട്ട്, കുറത്തിപ്പാട്ടായിട്ട്, നാടകമായിട്ട്, കൂടിയാട്ടമായിട്ട്, കഥകളിയായിട്ട്, ശില്പമായിട്ട്, പാവക്കൂത്തായിട്ട്, ചിത്രപടമായിട്ട്, നർത്തനമായിട്ട്, എല്ലാത്തിലും ആഖ്യാനം നിറഞ്ഞ, എല്ലായിടത്തും ആഖ്യാനമുള്ള ഒരു ഏറ്റവും വലിയ ഇതായിട്ട് അക്ഷരത്തിൻ്റെ നടരാജ നൃത്തം. ശരിക്കും അക്ഷര നടരാജൻ ആടിയ വ്യോമമണ്ഡലമാണ് ഭാരതത്തിൻ്റേത് എന്നത് തീർച്ചയാണ്. ലോകത്തെ കഥയുടെ മാതാവ് ഇന്ത്യയാണ്, ഞാൻ വിശ്വസിക്കുന്നു. കഥയുടെ മാതാവ്. കാരണം ഇത്രയും മാത്രം സംഗ്രഹിച്ച് പറയാം, നമ്മൾ ഭൂമിയുടെ മാത്രം കഥയല്ല എഴുതിയത്, ഭൂജീവിയായ നമ്മയും കൂടെ വഹിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തിയുടെ കഥയും കൂടെ ഏകസമയം എഴുതിയ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. ഏത് ദേശകഥ എഴുതിയാലും, ഏത് ചെറിയ കഥ എഴുതിയാലും, ഞാൻ നീട്ടി പറഞ്ഞു പോകുന്നു എങ്കിലും, തെക്കൻ ദിക്കിലെ പടയണിയിൽ പാടുന്ന ഒരു കാതം വഴിവിട്ട് ഇടം തന്നോ യക്ഷിയമ്മേ എന്ന് പാടുന്ന യക്ഷിയമ്മയെ വാഴ്ത്തുന്ന പാട്ടിൽ ആറാധാരപ്പൊരുളും നീയേ എന്ന്, ആറാധാരപ്പൊരുളും നീയേ എന്ന് യോഗശക്തി വരെ കൂട്ടി ആ ദേവിയെ വരെ പരമശക്തിയായി വാഴ്ത്തുന്ന ഒരു വലിയ സങ്കല്പം നമുക്കുണ്ട്. ഒരു ശക്തിയും നമുക്ക് അന്യമല്ല, ഒരാളും അന്യമല്ല. ഏത് ജനതയുടെ ഉള്ളിലും ഇതുണ്ട് താനും. അത് മാത്രമല്ല, നമുക്ക് മഹാഭാരതം പാട്ടുണ്ട്, സീതാദുഃഖമുണ്ട്, രാമായണം കുറത്തിപ്പാട്ടുണ്ട്. എല്ലാ കുറവനും കുറത്തിക്കും, മലയനും മലയത്തിക്കും, പാണനും പാണത്തിക്കും എല്ലാവർക്കും ഈ കഥകൾ ഒരുപോലെ പ്രാപ്യമായിരുന്നു. അതാണ് സർവജനപ്രാപ്യമായൊരു കഥാലോകം ഉണ്ടാക്കുകയും എല്ലാവർക്കും വെള്ളം കോരിയെടുക്കത്തക്ക രീതിയിൽ ഒരേ വരുണൻ്റെ അനുഗ്രഹം ചിലയിടത്ത് കുളമായിട്ടും, ചിലയിടത്ത് തോടായിട്ടും, ചിലയിടത്ത് പൈപ്പായിട്ടും, വേറെ ചിലയിടത്ത് ചെറിയ നീർച്ചോലയായിട്ടും ഒക്കെ കൊടുക്കുകയും ചെയ്ത് എല്ലാവർക്കും എന്നും എന്തും കൊടുക്കുന്ന ഒരു വലിയ മഹാവചനകല നമുക്കിവിടെ ഉണ്ടായിരുന്നു.
ആ വചനകലയുടെ പാരമ്പര്യം ഞാനിപ്പോൾ ചുരുക്കി പറയുന്നു, കൂടുതൽ പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട അക്ഷരപുരുഷനായ മാടമ്പിൽ മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. കഥയുടെ കഥനശൈലി മാത്രമല്ല, കാലശൈലിയും സ്ഥലശൈലിയും മുഴുവൻ. ഞാൻ നോക്കുമ്പോൾ അമൃതസ്യപുത്ര എഴുതിയ ആൾ തന്നെ മഹാപ്രസ്ഥാനം എഴുതും. അദ്ദേഹം തന്നെയാണ് ആര്യാവർത്തം എഴുതുന്നതും. ആര്യാവർത്തത്തിൻ്റെ പേരിൽ, ആര്യാവർത്തം എന്നത് ആ പേരല്ലാതെ ഒരു നോവൽ എഴുതിയാൽ കൊള്ളാമായിരുന്നു എന്ന്, ആരെങ്കിലും എഴുതിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യാവർത്തം വരുന്നത്. ശരിക്കും എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പ്രാചീന ജനത്തിൻ്റെ മനസ്സ്. ഈ എത്ര സംസ്കൃതികൾ ലയിച്ചു ചേർന്ന ഒരു മഹാമനസ്സ്, എത്ര വിദ്യകൾ, പലതരം വിദ്യകൾ, ജന്തുജീവിതം, സസ്യജീവിതം, ഭൂപ്രപഞ്ച ജീവിതം, ജ്യോതിശാസ്ത്രം, തന്ത്രശാസ്ത്രം, വ്യോമശാസ്ത്രം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ ജ്ഞാനമണ്ഡലം നമ്മുടെ കഥകളിലും ജീവിതങ്ങളിലും നിത്യജീവിതത്തിലുമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, തൊടുന്നിടത്തെല്ലാം അതിൻ്റെ സ്പർശം കൂടെ ഉള്ള മാടമ്പ് എന്ന് പറയുന്ന ആ മഹാപുരുഷനെ എന്നും വന്ദിക്കാൻ എനിക്കും യോഗമുണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ കൃതികൾ ഫ്രഷ്ട് മാത്രം വായിച്ചാൽ പോരാ. ഫ്രഷ്ടിലെ ദുഷ്ടാണ് ആളുകൾ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതല്ല, അതിനകത്തെ ബെസ്റ്റുകൾ വായിക്കാൻ അറിയണം. അതുകൊണ്ട് ഒരു ഭ്രംശിച്ചു പോയവനാണ് ഭ്രാന്തൻ. അത് നോമിൽ നിന്ന് വേറിട്ടവൻ, സാധാരണയുള്ള വഴികളിൽ നിന്ന് വേറിട്ട്, ഡീവിയേഷൻ ഫ്രം ദ നോംസ് എന്ന് പറയുമല്ലോ, ആ വേറിട്ടവനെയാണ് ഭ്രാന്തൻ എന്ന് പറയുന്നെങ്കിൽ ഫ്രഷ്ടിലും അങ്ങനെ ഒരു നോമിൽ നിന്ന് വേറിടൽ ഉണ്ട്. ശ്രദ്ധിക്കണം, നോമിൽ നിന്ന് വേറിടുന്നത് ധ്വംസനമല്ല, നവീകരണമാണ്, ഉടച്ചു വാർക്കലാണ്, സ്വയം ചോദ്യം ചെയ്യലാണ്, സ്വയം തിരുത്തലും കൂടിയാണ്. അത് വരുന്നത് ഏത് സമൂഹത്തിനും എക്കാലത്ത് നല്ലതാണ് എന്നും ഞാൻ വിചാരിക്കുന്നു. ആധാരങ്ങളായിരിക്കുമ്പോഴാണ് എന്നിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാനായിരിക്കുകയും എൻ്റെ പ്രാണനായിരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് അംഗസംസ്കാരങ്ങൾക്കും ഭാവനാ സംസ്കാരങ്ങൾക്കും ഭാവസംസ്കാരങ്ങൾക്കും ശക്തി കിട്ടുന്നത്. അത് ഞാൻ എന്നത് സ്ഥായിയാണ്. അത് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ ഭാരതീയ കഥകൾ മുഴുവൻ, കഥാഖ്യാന ശൈലി മുഴുവൻ ഒരു രാഗവിസ്താരം പോലെയാണ്, ഒരു സംഗീതമാണ്. ഏത് കഥയും ഒരു സംഗീതമാണ്, രാഗവിസ്താരമാണ്. ഒരു രാഗത്തിൻ്റെ എല്ലാ വ്യോമത്തിലും നിന്നുകൊണ്ട് ഭേദിക്കാതെ തന്നെ, ശ്രുതി തെറ്റാതെ, താളം തെറ്റാതെ, ജീവസ്വരങ്ങൾ തെറ്റാതെ ഒരുപാട് ഭാവസഞ്ചാരണങ്ങൾ നടത്താൻ നമ്മുടെ ഇന്ത്യൻ കഥകൾക്ക് കഴിയും. അതുകൊണ്ടാണ് രാമായണത്തിനും ഭാരതത്തിനും ഒരുപാട് പാഠങ്ങൾ ഉണ്ടായത്. ആലോചിച്ച് നോക്കണം. ഇത്രയും അക്ഷരസ്വാതന്ത്ര്യം ഉള്ള ലോകം വരെ കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരു കാര്യം കൂടെ അഭിമാനപൂർവ്വം പറയാം, ഞാൻ അഭിമാനിക്കുന്നതാണ്. ഇത്രയും അക്ഷരശക്തിയുള്ള ഒരു നാട്ടിൽ, ഇത്രയും പദശക്തിയും ഭാവനാശക്തിയും ഗണിതശക്തിയും സംഗീതശക്തിയും ഉള്ളൊരു നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ പുണ്യമാണ് എന്നാണ് എൻ്റെ വിചാരം. ഭേദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, എങ്കിലും ഈ ജന്മം അതാണ് ഞാൻ മാടമ്പിനെ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അജ്ഞാതമായ ചില തിരുത്തലുകൾ എനിക്കിനിയും വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൽപ്പന കൂടിയാണ് ഇതിനെ ഞാൻ തുനിയാൻ കാരണം എന്ന് പറയാം. ഈ ഭാരിച്ച കാര്യം ഞാൻ എടുക്കേണ്ട രീതിയിലല്ല എടുത്തതെന്നും ചുമക്കേണ്ട രീതിയിലല്ല ചുമതുന്നതെന്നും എനിക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് അപാകങ്ങൾക്ക് നിങ്ങൾ പൊറുക്കരുത്, ചൂണ്ടിക്കാണിച്ചു തരണം. ഒരപാകവും ചൂണ്ടിക്കാണിക്കപ്പെടാതിരിക്കരുത്. അത് ചെയ്യണം. എങ്കിലും എൻ്റെ കൽപ്പുകേട് ഒന്ന് സ്വീകരിക്കണം എന്ന് മാത്രം ഒന്ന് അപേക്ഷിക്കുന്നു. അമിതമായി പോയ ഈ വചനം, ഈ ശരിക്കും ഭദ്രാക്ഷരനായ ഈ മഹാമനുഷ്യൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അമിതമായി പോയ ഈ വചനം ഇവിടെ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും നമസ്കരിക്കുന്നു, നിങ്ങളെ നമസ്കരിക്കുന്നു. സർ ഒരു മിനിറ്റ്. കവിത കേൾക്കാനും ചൊല്ലാനും ഒക്കെ ഞങ്ങളെ ശീലിപ്പിച്ച കവി ഞങ്ങളുടെ മുന്നിലുണ്ടാവുമ്പോൾ ഒരു വിരോധമില്ലെങ്കിൽ ഒരു 2 വരി. തനിച്ച് നടക്കാൻ ശേഷിയുണ്ടാവുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് നമ്മെ പഠിപ്പിച്ച ആളാണ് ഗാന്ധി.
ഇന്നും തനിച്ച് നടക്കാൻ ശേഷിയില്ലാത്ത എനിക്ക് ഗാന്ധി വീട്ടിലെ പ്രതിഷ്ഠയാണ് എൻ്റെ. ശരിക്കും ഇന്നത്തെ ഗാന്ധിമാരല്ല ആ ഗാന്ധി. ഞാൻ അദ്ദേഹത്തെ ആ രീതിയിലാണ് പഠിക്കാൻ ശ്രമിച്ചത്. പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ ഒരു ഭാരതീയ മനസ്സ്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭാരതീയ ആകാശം ഗാന്ധിയിലുണ്ട് എന്നെനിക്ക് തോന്നി. ഒരു ബുദ്ധനും ഒരു കൃഷ്ണനും എല്ലാവരും കൂടെ ഉണ്ട്. അത് മാടമ്പിനും ബോധ്യമായിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹം എനിക്ക് എൻ്റെ കുറവുകളുണ്ടെങ്കിൽ ശാന്തി തരട്ടെ, ഓം ശാന്തി അല്ലേ. ഞാൻ ഗാന്ധി എന്ന കവിതയിലെ ആദ്യത്തെ ഭാഗം മാത്രം, ആദ്യത്തെ അവസാനത്തെയും ഭാഗം ചൊല്ലാം. ഇന്നും എനിക്ക് തോന്നുന്നു നാട്ടിൽ ഒരു ഗാന്ധി, ഇന്ത്യക്കല്ല ലോകത്തിന് ഒരു ഗാന്ധി വേണം. ഗാസയിലെ ഈ കുട്ടികളുടെ ശവശരീരങ്ങൾക്കടുത്തൂടെ നടക്കാനും പായുന്ന മിസൈലുകൾക്കിടയിൽ കൂടെ പോകാനും ഒക്കെ ഒരു ഗാന്ധി മനസ്സിനെ സാധിക്കൂ. ആ മനസ്സുണ്ടാക്കാൻ ലോകം തപസ്സിരുന്ന് നേടിയ ഒരു ശക്തിയാണ് ഇന്ത്യക്കുള്ളത് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് ഉണർത്തണം എന്നതാണ് നമ്മളെപ്പോലുള്ളവരുടെ ആഗ്രഹം. ഇവിടെ ഭേദബുദ്ധിയില്ല, പക്ഷബുദ്ധിയില്ല, കക്ഷിബുദ്ധിയും ഇല്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പറയാൻ സാധിക്കും. ഗാന്ധിയെ നമസ്കരിച്ചുകൊണ്ട് ഗാന്ധി സ്മാരകത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഉണ്ടായ അനുഭവം കവിതയാക്കിയ ഏതാനും വരികൾ മാത്രം. നീണ്ട കവിതയാണ്. ഞാൻ ചെറിയ കവിത അധികം എഴുതാറില്ല. അപ്പം അത് ഏതാനും വരികൾ ചൊല്ലാം. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും. അനുഗാമിയില്ലാത്ത പഥിക തുടർന്നാലുമിടറാതെ നിൻ ധീരഗാനം, തുടർന്നാലുമിടറാതെ നിൻ ധീരഗാനം. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. വെടികൊണ്ട പക്ഷി ഒന്നെവിടെയോ പതറുന്ന ചിറകൊച്ച ഇഴയുന്നു വിണ്ണിൽ. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങിപ്പിരിഞ്ഞു പോയി. രാംധുൻ കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങിപ്പിരിഞ്ഞു പോയി. നായകർ പൂവിട്ടു ഭജനം കഴിച്ചു വേഗം കരിമ്പൂച്ചകൾക്കൊപ്പമങ്ങെപ്പോഴേ യാത്രയായി. ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രം, ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രം, ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രമെരിയുന്ന കാറ്റായി വലത്തുവച്ചും മൗനവചനക്കടൽ പോലുറഞ്ഞും ശമിക്കാത്ത കഥനമായി പെയ്തും നടക്കയാണിപ്പോഴും. ഇങ്ങു ഞാൻ എന്തേ തിരഞ്ഞു വന്നു, ഇങ്ങ് ഞാൻ എന്തേ തിരഞ്ഞു വന്നു. ഭീതനൻ രുധിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരസ്ത്രം എൻ നെഞ്ചിലേ വീണുവല്ലോ. ആത്മരക്ഷ എങ്ങെന്നേ തിരഞ്ഞ് വഴിയെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ
ഒന്നൊന്നുമറിയാത്ത ദുഃഖങ്ങളാം നാട്ടുകുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. കുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. ഇനി അവസാനത്തെ ഭാഗം മാത്രം. ഇന്ത്യയിൽ നമസ്കരിക്കപ്പെടുന്ന ഒരുപാട് നദികളുണ്ട്. അവർക്ക് ചരിത്രമുണ്ട്, പുണ്യമുണ്ട്, സുഹൃതമുണ്ട്, തീർത്ഥമുണ്ട്. മാലിന്യവും ആവശ്യം പോലെ ഉണ്ട്. ആ നദികളെല്ലാം കാലങ്ങളുടെ കഥ പറയുന്നതാണ്, സംസ്കാരമാണ്. ഈ നദികളെല്ലാം ഓരോ ജനജീവിതത്തിൻ്റെ പ്രതിനിധികളുമാണ്. അവയിലെല്ലാം ഗാന്ധിയുടെ കണ്ണീരും കൂടെ കലരണം എന്നൊരാഗ്രഹമാണ് അവസാനം കൊണ്ടുവയ്ക്കുന്നത്. ഭാരതീയരുടെ പ്രാർത്ഥനയുണ്ട്, പുണ്യാഹ പ്രാർത്ഥന. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. എല്ലാ ജീവൻ്റെ ജലത്തിലും എല്ലാ ജീവന തരംഗത്തിലും ഈ പുണ്യം കിടക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അതിന് ഗാന്ധി ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അതിനവസാനത്തെ വരിയാണ്. ഭജനം മറന്നോരു യമുനേ, ഭജനം മറന്നോരു യമുനേ, ദുരാചാരമലിനതാസംഗയാം ഗംഗേ, തപസ്തീർത്ഥവചനം മറന്നൊരു സരസ്വതി, തപസ്തീർത്ഥവചനം മറന്നൊരു സരസ്വതി, ദുരാചാരമലിനതാസംഗയാം ഗംഗേ, തപസ്തീർത്ഥവചനം മറന്നൊരു സരസ്വതി, വെടിയുപ്പു മരണമായി തുപ്പുന്ന സിന്ധു, നിരാലംബനയനം നിറഞ്ഞോരു നർമ്മദേ, തുള്ളിനീർ കലഹം മറിച്ചിട്ട കാവേരി, നിങ്ങൾ ഈ രക്തസാബർമതിക്കകം ഊറി നിൽക്കുന്നൊരശ്രുനീർ ഒരു തുള്ളി ആചമിക്കൂ, ആത്മശുദ്ധരായി ഒന്നു ചേർന്നൊഴുകൂ. നിങ്ങൾ ഈ രക്തസാബർമതിക്കകം ഊറി നിൽക്കുന്നൊരശ്രുനീർ ഒരു തുള്ളി ആചമിക്കൂ, ആത്മശുദ്ധരായി ഒന്നു ചേർന്നൊഴുകൂ. ഈ കവിത അവസാനിച്ചു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. പ്രൊഫസർ മധുസൂദനൻ നായർ അവരുടെ ആദരിക്കാനായി മാടമ്പിൻ്റെ അനിയൻ ശ്രീ ഹരി മാടമ്പിനെ ക്ഷണിക്കുന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. മാടമ്പ് ഫൗണ്ടേഷന് വേണ്ടി വിശിഷ്ടാതിഥികൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ശ്രീമതി ആശയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ വടക്കുംപാട് നാരായണൻ മാഷിനോടുള്ള നന്ദി ആദ്യമായി അറിയിക്കട്ടെ. വളരെ ചിട്ടയോടും ഗൗരവത്തോടും കൂടി മാടമ്പ് ഫൗണ്ടേഷൻ്റെ എല്ലാ പരിപാടികളും മുന്നിട്ട് നയിക്കുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ജീവചരിത്ര രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിനോടുള്ള നന്ദി നാം ഓരോരുത്തരുടെയും പേരിൽ അറിയിക്കുകയാണ്. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവിയായ ശ്രീ വി മധുസൂദനൻ നായർ സാറിനോടുള്ള നന്ദി സ്നേഹത്തോടെയും ആദരവോടെയും അറിയിക്കട്ടെ.
മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന വലിയ കലാകാരൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉണരുന്ന ഈ വേദിയിൽ സാറിൻ്റെ സാന്നിധ്യവും പ്രൗഢഗംഭീരമായ ആ പ്രഭാഷണവും നമ്മളിൽ ഉയർത്തിയ ആവേശം ചെറുതല്ല. ഇത്രയും തിരക്കിനിടയിലും ഇവിടെ വന്ന് നമ്മോടുകൂടി ചേർന്ന് ഇത്രയും സമയം ചെലവഴിക്കാൻ സന്മനസ് കാണിച്ച അദ്ദേഹത്തോടുള്ള നന്ദി മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.